സോ നമുക്ക് ഇന്നത്തെ വെബിനാറിലേക്ക് കിടക്കാം. ആക്ച്വലി നമ്മൾ വെൽഫെയർ ഓഫീസർ പോസ്റ്റ് ഒരുപാട് നാളുകളായിട്ട് നമ്മൾ സോഷ്യൽ വർക്കേഴ്സ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓക്കെ നമ്മൾ ഒരുപാട് നാളായിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് ആക്ച്വലി വെൽഫെയർ ഓഫീസർ എക്സാം വരിക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു സോഷ്യൽ വർക്കേഴ്സ് ഒരുപാട് നാൾ കാത്തിരുന്ന 3 പരീക്ഷകളായിരുന്നു ബാക്ക് ടു ബാക്ക് ആയിട്ട് നമുക്ക് നോട്ടിഫൈ ചെയ്ത് വരികയും ഇപ്പൊ നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയുകയും ചെയ്തിരുന്നത്. അതിൽ ആദ്യത്തെ ഒന്ന് ആക്ച്വലി നമ്മൾ ICDS സൂപ്പർവൈസർ കുറച്ച് നാൾക്ക് മുമ്പ് എഴുതി പോയിരുന്നു. അതിന് മുന്നേ TDP ഉണ്ടായിരുന്നു, ICDS സൂപ്പർവൈസർ ഉണ്ടായിരുന്നു, അതിനുശേഷം പ്രൊബേഷൻ ഓഫീസർ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അതേ റേഞ്ചിൽ തന്നെ അതേ നിലയിൽ സോഷ്യൽ വർക്കേഴ്സ് ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുകയും ഇപ്പൊ ഒരു അവസരം വന്നു തീർന്നിരിക്കുന്ന ഒരു എക്സാമാണ് ഈ വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 ജയിൽ വകുപ്പിന്റെ കീഴിലെ വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ആ എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? നമുക്കിപ്പോൾ ആക്ച്വലി പ്രിപ്പയർ ചെയ്യാൻ അഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു ടൈം നമ്മുടെ മുമ്പിലുണ്ട്. അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ ഇതുപോലുള്ള സംവിധാനങ്ങളും നിങ്ങളുടെ മുമ്പിൽ ലേണിംഗ് പോലുള്ള ആപ്പുകളും അതിന് തുടർന്നുള്ള സംവിധാനങ്ങളും നിലനിൽക്കുന്നുണ്ട്. സോ എത്രയും നേരത്തെ നമ്മൾ തുടങ്ങുന്ന ഒരു പരിശ്രമത്തിലേക്കുള്ള ആദ്യ പടി എന്ന നിലയ്ക്കാണ് നമ്മളിപ്പോൾ ഈ ഒരു വെൽഫെയർ ഓഫീസറിന്റെ ഒരു ട്രെയിനിങ് ഒരു വെബിനാർ സംഘടിപ്പിക്കുകയും അതിനെ തുടർന്ന് ഈ ഒരു എക്സാം എന്താണ്, ആക്ച്വലി ഈ പോസ്റ്റ് എന്താണ്, ഈ പോസ്റ്റിന്റെ ഇതിൽ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണ് ഈ വെൽഫെയർ ഓഫീസർ പോസ്റ്റ് എന്നുള്ളത്. സോഷ്യൽ വർക്കേഴ്സ് ഇപ്പോൾ പുതുതായി പഠിച്ചിറങ്ങിയ ആൾക്കാരുണ്ടാവും, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ പഠിച്ചിറങ്ങിയ ആൾക്കാർക്ക് ചിലപ്പോൾ അത്രയും ഒരു അറിവുണ്ടാവണമെന്നില്ല ഈ ഒരു പോസ്റ്റ് എന്താണെന്നുള്ളത്. മുൻപ് എക്സാം എഴുതി പരാജയപ്പെട്ട ആൾക്കാരും മനസ്സിലാക്കിയവരും ഒക്കെ ഉണ്ടാകും. സോ ആദ്യമായി നമുക്ക് ഈ പോസ്റ്റ് എന്താണ്, ഈ വെൽഫെയർ ഓഫീസർ പോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ജോലി എന്താണ്, അതിന്റെ കീഴിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. തുടർന്ന് നമുക്ക് ഈ ഒരു പരീക്ഷയുടെ രീതി നോക്കേണ്ടതുണ്ട്. മൂന്നാമത് ഈ പരീക്ഷയ്ക്കുള്ളിൽ എന്തൊക്കെ സിലബസ് എന്താ വരുന്നേ, എന്തൊക്കെയാ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പഠിക്കേണ്ടേ, വളരെ എലാബറേറ്റീവ് ആയിട്ടുള്ള സിലബസ് ഇതിന്റെ പുറകിലായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു സമയത്തിന്റെ ഉള്ളിൽ പഠിച്ചെടുക്കണം, എങ്ങനെയാ ഓരോരുത്തരും ഫസ്റ്റ് റാങ്കിലേക്ക് എത്തി ഈ ജോബ് കരസ്ഥമാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ആയിരിക്കും പ്രയത്നിക്കുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം, പൂർണ്ണമായി സോഷ്യൽ വർക്കിന്റെ സെക്ടറിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് ഫസ്റ്റ് റാങ്ക് മേടിക്കാൻ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. അത് എങ്ങനെ പഠിച്ചു വരണം, ഏതൊരു സ്കെഡ്യൂളിൽ പഠിച്ചു വരണം, നിങ്ങൾ സോഷ്യൽ വർക്ക് MSWനോ അല്ലെങ്കിൽ VSWO സോഷ്യൽ വർക്ക് എക്സാംസിന് പഠിച്ചതുപോലെ പഠിക്കണമോ, അതോ മറ്റെന്തെങ്കിലും ഒരു സ്ട്രാറ്റജിയിൽ പഠിക്കണമോ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തുടർന്ന് ഏതൊക്കെ പുസ്തകങ്ങൾ നമുക്ക് ഇതിനെ ഒരു എക്സ്റ്റൻസീവ് റീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ തുടർന്ന് ഈ ഒരു ഇന്നത്തെ ഒരു 1 hour നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അതിനായിട്ട് ആദ്യം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഇന്ന് തുടങ്ങി പഠിക്കാൻ പോകുന്ന ഈ ഒരു നമ്മളോട് സംസാരിക്കാൻ പോകുന്ന ഈ ഒരു പരീക്ഷയുടെ പേര് വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 എന്നതാണ്. ഓക്കെ, സോ അത് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഒരു 55,000 മുതൽ 1,15,000 വരേക്കും സ്കെയിൽ പേ റേഞ്ച് ചെയ്യുന്ന പോസ്റ്റാണ് എന്നുള്ളത് ഒരു ജോബിന്റെ ബേസിക്സ്, വളരെ ബേസിക്സ് ഉള്ള കാര്യം. ഇപ്പോൾ ഒരു വേക്കൻസിയും ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയുമാണ് വരുന്നത്. ക്വാളിഫിക്കേഷൻ സോഷ്യൽ വർക്ക് തന്നെയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ PSCകൾ സ്വതവേ അവരുടെ എക്സാം എഴുതുന്നവരോട് വെക്കുന്ന എബിലിറ്റി ടു റീഡ് ആൻഡ് റൈറ്റ് ഇൻ മലയാളം എന്നത് സോഷ്യൽ വർക്കിൽ ഉണ്ടാകുന്ന ഡിഗ്രിക്ക് അപ്പുറം പറയുന്ന ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ, റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിന്നോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ഉള്ള സോഷ്യൽ വർക്കിലെ ഡിഗ്രി, അതായത് BSW എന്ന് പറയാറുണ്ട്, ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്കിലുള്ള ഡിഗ്രിയോ, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് MSW എന്ന് പറയാറുള്ള ഡിഗ്രിയോ, ചില യൂണിവേഴ്സിറ്റികളിൽ MA സോഷ്യൽ വർക്ക് എന്ന് പറയാറുള്ള ഡിഗ്രിയോ നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബേസിക് ആയിട്ട് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത് എഴുതാം. എനിക്ക് തോന്നുന്നു നാളെ വരേക്കും ആണെന്ന് തോന്നുന്നു അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. ഓക്കെ, അപ്പൊ അത് അങ്ങനെ നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് ഈ പരീക്ഷ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം, എഴുതാവുന്നതാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ചിലപ്പോൾ ചിലർക്ക് ചില സമയത്ത് നമ്മൾ PSC അപ്ലൈ ചെയ്യുന്ന സമയത്ത് MSW എന്ന് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇക്വാലന്റ് വെച്ചിട്ട് നമ്മൾ കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, എങ്ങനെയാണെങ്കിലും മനസ്സിലാക്കുക, നിങ്ങൾക്ക് PG ആണുള്ളത്, ഡിഗ്രി മറ്റേതെങ്കിലും സബ്ജക്റ്റിലാണ്, നിങ്ങൾക്ക് PG സോഷ്യൽ വർക്കിലുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് UG മാത്രമേ ഉള്ളൂ സോഷ്യൽ വർക്കിലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യാവുന്നതാണ് പോസ്റ്റ് എന്നുള്ള കാര്യം ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതാണ് ആദ്യം വളരെ ബേസിക് ആയിട്ട് നമുക്ക് ഈ ജോബ് എന്താണ് അല്ലെങ്കിൽ ഈ ഒരു എക്സാം എന്താണ് എന്ന ഭാഗത്തേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഓക്കെ, പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസസ് കീഴിലുള്ള വെൽഫെയർ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റാണ്. സാലറി സ്കെയിൽ പേ കാണിക്കുന്നുണ്ട്. സോ ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന കാര്യങ്ങൾ വരുന്നുണ്ട്.
നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു ജോബ് നോക്കുമ്പോൾ വെൽഫെയർ ഓഫീസർ നോക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇതിലേക്ക് വരുന്ന ജോബ് പ്രൊഫൈൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. പ്രധാനമായിട്ടും ഒരു കറക്ഷണൽ റിലേറ്റഡ് സർവീസുകളുമായി ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ MSW ഫീൽഡ് വർക്സിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ജയിലൊക്കെ സെൻട്രൽ ജയിലോ ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ വിസിറ്റിന് പോകുമ്പോൾ നമ്മുടെ പെർമിഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ഒരു നോൺ യൂണിഫോം പോസ്റ്റിലുള്ള ഒരു ഓഫീസർ ഉണ്ടാകും. ഓക്കെ, പ്രത്യേകം പറയുന്നത് നോൺ യൂണിഫോം പോസ്റ്റിലുള്ള ഒരു ഓഫീസർ ഉണ്ടാകും അവിടെ. ഓക്കെ, ആ ഓഫീസറാണ് ആക്ച്വലി എന്താ നമ്മുടെ വെൽഫെയർ ഓഫീസർ എന്ന് പറയുന്നത്. അവിടെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ സെൻട്രൽ ജയിലിലെ മെയിൻ എൻട്രി കയറുന്നതിന്റെ റൈറ്റ് സൈഡിലുള്ള കെട്ടിടത്തിന്റെ ഉള്ളിൽ ഒരു ഓഫീസ് ഉണ്ടാകും. ആ ഓഫീസിന്റെ ഉള്ളിലെ മെയിൻ ഓഫീസറാണ് വെൽഫെയർ ഓഫീസർ എന്ന് പറയുന്ന വ്യക്തി. പൊതുവെ ജയിലിന്റെ ഉള്ളിൽ ഇന്നത്തെ കാഴ്ചപ്പാടിൽ നടക്കുന്ന റീഹാബിലിറ്റേറ്റീവ് സർവീസുകൾ, കാര്യം വ്യക്തികളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നു, ശേഷം എന്തിന് റീഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ, സമൂഹത്തിലേക്ക് റീഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള മനുഷ്യരാക്കി മാറ്റാൻ അവരെന്ത് ചെയ്യുന്നു, മറ്റൊരു ക്രമീകൃതമായ ഒരു ചുറ്റുപാടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ആ ചുറ്റുപാടിൽ അവർക്ക് ജീവിക്കാൻ അവരെ പഠിപ്പിച്ച് അവരെ ഒരു പുറമേയുള്ള സമൂഹത്തിന് ഉതകുന്ന രീതിയിലാക്കി മാറ്റി തിരികെ സമൂഹത്തിലേക്ക് റീഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സെന്ററുകളാണ് ഇന്ന് ജയിൽ എന്ന് പറയുന്നത്. പഴയ റിട്രിബ്യൂട്ടീവ് സിസ്റ്റവും മറ്റുമൊക്കെ മാറി ആൾക്കാരെ തല്ലി ശരിയാക്കുന്ന അല്ലെങ്കിൽ വളഞ്ഞു നീടിക്കുന്ന ഉരുട്ടിക്കൊല്ലുന്ന സെന്ററുകളൊക്കെ എന്നുള്ള ചിന്തഗതികളൊക്കെ മാറിയിട്ട് റീഹാബിലിറ്റേറ്റീവ് സെറ്റിങ്ങുകളായി മാറിയിരിക്കുന്ന ജയിലിലെ റീഹാബിലിറ്റേറ്റീവ് പ്രോഗ്രാമുകൾ മോണിറ്റർ ചെയ്യുന്ന വ്യക്തികളാണ് ആക്ച്വലി വെൽഫെയർ ഓഫീസറുകൾ. അവിടെ വരുന്ന ജയിൽ പുള്ളികളുടെയും മറ്റും വെൽഫെയർ ഉന്നമനവും കാര്യങ്ങളും നോക്കേണ്ട വ്യക്തി. അവിടെ റീഹാബിലിറ്റേഷൻ സ്ട്രാറ്റജികൾ കൊണ്ടുവരേണ്ടി വരും, അവർക്ക് എഡ്യൂക്കേഷൻ സെഷൻസ് ചെയ്യേണ്ടി വരുന്നുണ്ടാവും, അവർക്ക് ഒക്കേഷണൽ ട്രെയിനിങ്ങുകൾ കൊടുക്കേണ്ടി വരുന്നുണ്ടാവും. ഇപ്പോഴത്തെ ചപ്പാത്തി യൂണിറ്റുകളും അങ്ങനെ തുടങ്ങിയുള്ള ജയിലിലെ ആൾക്കാർ അവരുടെ ഉന്നമനത്തിനായി കൊണ്ടുവരുന്ന പല വസ്തുതകൾക്കും പിന്തുണകൾ നൽകി അതിനെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരേണ്ട വ്യക്തി എന്ന നിലയ്ക്ക് വെൽഫെയർ ഓഫീസർമാരുടെ ആദ്യത്തെ തൊഴിൽ അതിൽ പറയുന്നു. പിന്നെയും പറയുന്നുണ്ട് എന്താ, ലൈക്ക് ഫാമിലി ആൻഡ് സോഷ്യൽ സപ്പോർട്ട്. ജയിൽ പുള്ളികളുടെ അവരുടെ ഫാമിലി ബോണ്ടുകൾ, ഒരു വ്യക്തി ജയിലിലാണ് എന്ന് കരുതി അയാളുടെ ഫാമിലിയുമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള കണക്ഷൻ ഡിറ്റാച്ച് ചെയ്ത് കളഞ്ഞുകൊണ്ട് അയാളുടെ കുടുംബം മറ്റു കാര്യങ്ങളും ഇല്ലാതാക്കുക എന്നുള്ളത് ഒരിക്കലും എന്തല്ല ഇന്നത്തെ ജയിലിലെ റീഹാബിലിറ്റേറ്റീവ് അല്ലെങ്കിൽ റീഇൻറ്റഗ്രേറ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് എൻവിസേജ് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ ഫാമിലി സപ്പോർട്ടും സോഷ്യൽ സപ്പോർട്ടും സ്ട്രെങ്തൻ ചെയ്ത് നിർത്തുക എന്നുള്ളത് എന്താണ് വെൽഫെയർ ഓഫീസറിന്റെ ചുമതലയായിട്ട് വരുന്നുണ്ട്. So he mediate between inmates and their families to sustain relationship. നോക്കൂ, ഇയാൾ ജയിലിലേക്ക് വന്നു എന്ന് കരുതി അയാളുടെ കുടുംബം വഴിയാധാരമായി പോകേണ്ടതില്ല. അവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, അയാളുടെ കുടുംബവും ഈ വ്യക്തിയുമായിട്ടുള്ള മീഡിയേഷൻ എന്ത് ചെയ്യേണ്ടതുണ്ടാവും, വെൽഫെയർ ഓഫീസർ ഉറപ്പുവരുത്തേണ്ടതുണ്ടാവും. അവർക്ക് വേണ്ട ലീഗൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ എയ്ഡ് സർവീസുകൾ, നിയമപരമായിട്ടുള്ള സർവീസുകൾ അവർക്ക് എന്ത് ചെയ്യേണ്ടതുണ്ടാവും, കണക്ട് ചെയ്ത് കൊടുക്കേണ്ടതും ഈ പറയുന്ന വെൽഫെയർ ഓഫീസർ തന്നെയായിരിക്കും. അഡ്രസ് ഗ്രീവൻസ് ആൻഡ് അഡ്വക്കേറ്റ്സ് ഫോർ എത്തിക്കൽ ട്രീറ്റ്മെന്റ് വിത്തിൻ ദ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവരുടെ ഗ്രീവൻസുകൾ അഡ്രസ് ചെയ്യുക, അവരുടെ എത്തിക്കൽ ട്രീറ്റ്മെന്റിനായിട്ട് അഡ്വക്കേറ്റ് ചെയ്യുക, ഇതൊക്കെ എന്ത് വരുന്നുണ്ട്, ഈ പറയുന്ന വെൽഫെയർ ഓഫീസറിന്റെ ചുമതലകൾക്കുള്ളിൽ വരുന്നുണ്ട്. അവരുടെ പരാതികൾക്ക് പരിഹാരം കണ്ടെത്തുക, ഈ കുടുംബങ്ങളുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരം നിയമപരമായ കുരുക്കുകളിൽ നിന്ന് അവിടെ മാറ്റിക്കിടക്കുക, ഇതെല്ലാം വെൽഫെയർ ഓഫീസറിന്റെ പോസ്റ്റിൽ വരുന്നുണ്ട്. പിന്നെ റിലീസിന് പ്രിപ്പയർ ചെയ്യിക്കുക. ഒരു വ്യക്തി ജയിലിന്റെ ഉള്ളിൽ ആ ഒരു പീരീഡ് സെർവ് ചെയ്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയെ റിലീസിന് പ്രിപ്പയർ ചെയ്യിക്കുക. ഈസ് ദ ട്രാൻസിഷൻ ഫ്രം ഇൻകാർസറേഷൻ ടു സോഷ്യൽ ലൈഫ്. ഒരു വ്യക്തി കഴിഞ്ഞ 2 വർഷം 3 വർഷം 5 വർഷം 10 വർഷം ജയിലിന്റെ ഉള്ളിൽ കഴിഞ്ഞൊരു വ്യക്തി, ഇൻകാർസറേഷനിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ അയാളുടെ സാമൂഹിക ജീവിതത്തിന് പ്രാപ്തനാക്കുക എന്നുള്ളതും ഈ പറയുന്ന വെൽഫെയർ ഓഫീസറിന്റെ ചുമതലകളിലേക്ക് പെടുന്നു. അയാൾ ചിലപ്പോൾ മറ്റ് NGOകളുമായിട്ട് അത് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടി വരുന്നുണ്ടാവും, പുറമേയുള്ള ഒരു സിസ്റ്റവുമായിട്ട് ചേർത്ത് നിർത്തേണ്ടി വരുന്നുണ്ടാകും. ഇതൊക്കെ ഐഡിയലി ഒരു വെൽഫെയർ ഓഫീസറിന്റെ ചുമതലകളിൽ പെടുന്നു. പിന്നെയും പറയുന്നുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ്, അല്ലെ, വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ വെൽഫെയർ ഓഫീസർ ആകുമ്പോഴേക്കും തീർച്ചയായും ജയിലിന്റെ ഉള്ളില് ജയിൽ പുള്ളികളുമായി ചേർന്നുകൊണ്ടുള്ള അവരുടെ വെൽഫെയറിനും അവരുടെ വെൽഫെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളുടെ അഡ്മിനിസ്ട്രേഷനും അതിന്റെ നല്ല നടത്തിപ്പുകളും എന്ത് ചെയ്യേണ്ടതുണ്ടാകും, ഈ പറയുന്ന വെൽഫെയർ ഓഫീസർ മോണിറ്റർ ചെയ്യുന്നുണ്ടാകും. ഓക്കെ, നോട്ടബിൾ അല്ലേ? കേൾക്കാൻ കഴിയുന്നുണ്ടോ? ക്ലിയർ അല്ലേ? വോയിസ് ഒക്കെ ക്ലിയർ അല്ലേ? ഹലോ, ക്ലിയർ ആണ്. ഓക്കെ, സോ അപ്പോ അത്തരം ചുമതലകൾ വെൽഫെയർ ഓഫീസറിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന വെൽഫെയർ ഓഫീസറിന്റെ ചുമതലയിലേക്ക് പെടുത്തിയിട്ട് പുള്ളി
നോക്കേണ്ടി വരുന്നുണ്ടാവും. വളരെ ഐഡിയൽ ആയിട്ട് നമ്മൾ കറക്ഷണൽ സർവീസുകളും ലൈക്ക് നമ്മുടെ സിലബസുമായി ചേർത്ത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള കറക്ഷണൽ സർവീസുകൾ, കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റ് ചെയ്തുള്ള വസ്തുതകളൊക്കെ നമ്മൾ ഇതിൽ നോക്കേണ്ടി വരുന്നുണ്ടാവും. നമ്മൾ മുൻപ് പ്രൊബേഷൻ പഠിക്കുന്ന കാലത്ത് പഠിച്ചിട്ടുണ്ടാകും പ്രൊബേഷൻ ഓഫീസർ എന്ന സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള, അതായത് നല്ല നടപ്പിന് പുറത്തേക്ക് വരുന്ന വ്യക്തികൾ, അവരാര് പുറത്തേക്ക് വരണം, അവരുടെ റിപ്പോർട്ട്, അത്തരം കാര്യങ്ങൾ നോക്കുന്ന ഒരു ഓഫീസറാണ്. ഐഡിയലായിട്ടൊരു ഓഫീസർ പുറത്ത് നിൽക്കുന്ന പോലെ ജയിലിന്റെ ഉള്ളിൽ ഈ വ്യക്തികളുടെ ജയിലിന്റെ ഉള്ളിൽ തുടരുന്നവരുടെ വെൽഫെയറും അവരുടെ വെൽഫെയർ ആക്ടിവിറ്റീസും തുടർന്നുള്ള പ്രോഗ്രസ്സും അവരുടെ റിലീസും ഒക്കെ മോണിറ്റർ ചെയ്യുന്നത് ആര് തന്നെയായിരിക്കും? വെൽഫെയർ ഓഫീസർ എന്ന് പറയുന്ന നോൺ യൂണിഫോം പോസ്റ്റിലുള്ള സോഷ്യൽ വർക്കർ തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ജനറലായിട്ട് ഒരു വെൽഫെയർ ഓഫീസറിന്റെ ചുമതലകൾ, അത് നിങ്ങളിപ്പോ ഒരു ആർജവത്തോടെ പഠിച്ച് ആദ്യ റാങ്കുകൾ മേടിച്ച് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കേരള PSC മുമ്പോട്ട് വെക്കുന്ന ഈ തൊഴിലിലൂടെ മുമ്പോട്ട് വെക്കുന്ന ഓഫറാണ് ആക്ച്വലി എന്ത്? ഇത്തരം ഐഡിയൽ പ്രാക്ടീസുകൾ കൊണ്ടുവരാൻ, ആക്ച്വലി വളരെ വളരെ ക്രിയാത്മകമായി ഇടപെടാനും വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരാനും. ആക്ച്വലി ജയിലുകളുടെ ചരിത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ വിദേശം മുതൽ ഇന്ത്യയിലേക്കുള്ള ജയിലുകളുടെ ചരിത്രവും ജയിലിൽ നടന്നുള്ള വെൽഫെയർ സ്കീമുകളുടെ പഴയ ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ബാൻഡ് വരെ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും, വായിച്ചാൽ കിട്ടും. ആക്ച്വലി ഒരു വെൽഫെയർ ഓഫീസറുടെ ഇനിഷ്യേറ്റീവ്സ് ആയിരുന്നു ജയിലുകൾക്കുള്ളിൽ സംഭവിച്ചത്. ജയിൽ പുള്ളികളുടെയാണ് കേട്ടോ. അപ്പൊ ഇത്തരം പല സംവിധാനങ്ങളും മുമ്പോട്ട് കൊണ്ടുവരാൻ അവസരമുള്ളൊരു പോസ്റ്റായിട്ടാണ് ആക്ച്വലി വെൽഫെയർ ഓഫീസർ പോലൊരു പോസ്റ്റ് മുമ്പോട്ട് വെക്കുന്നത്, അതിന്റെ സാധ്യതകളും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. വളരെ ശക്തമായ പഠനം നിങ്ങൾ മുൻപോട്ട് വെക്കേണ്ടി വരും ഇങ്ങനെ ഒരു ഡ്രീം പോസ്റ്റിലേക്ക് വന്നെത്താനായിട്ട്. ഏറ്റവും വലിയ സാധ്യത ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെയാണ്, ഇറ്റ്സ് നോൺ യൂണിഫോം പോസ്റ്റ് ആണ് ആക്ച്വലി വെൽഫെയർ ഓഫീസർ എന്ന് പറയുന്നത് ജയിലിന്റെ ഉള്ളിലെ. ഓക്കെ, ഇത്രയും സാലറി മേടിക്കാൻ കഴിയുന്ന. ഓക്കെ, സോ റെസ്പോൺസിബിലിറ്റീസ് ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മൾ പറഞ്ഞു പോയിരുന്നു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് മോണിറ്റർ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ജോബുണ്ട്. പിന്നെ ഫാമിലി സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. പ്രിപ്പറേഷൻ ഫോർ റിലീസ് നമ്മൾ പറഞ്ഞിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് നമ്മൾ പറഞ്ഞിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ചുമതലകൾ എന്നൊരു നിലയ്ക്ക്. നമുക്കപ്പോ പ്രീവിയസ് എക്സാം, കഴിഞ്ഞ കാലത്തെ എക്സാം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ആ എക്സാംസിന്റെ ഉള്ളിൽ എന്തൊക്കെ വസ്തുതകളാണ് ചോദിച്ചിരുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ചർച്ച ചെയ്തിരുന്നു എന്ന് പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബെറ്റർ നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അതായത് ഇങ്ങനെ ഒരു സെഷൻ കേൾക്കുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും നമ്മൾ എന്തൊക്കെ പഠിക്കണം, ഓക്കെ, ഇങ്ങനെ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആവാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വപ്നം പോലൊരു പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ ഒരൊറ്റ വേക്കൻസി പൂർണ്ണമായി മുമ്പോട്ട് വെക്കുകയും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന വേക്കൻസികൾ മുമ്പോട്ട് ഇനി വരാം 3 വർഷത്തിൻ്റെ ഇടയിൽ. പക്ഷേ വളരെ ഇത്രയും നല്ലൊരു സ്വപ്നം പോലത്തെ ഒരു പോസ്റ്റ് മുമ്പിലോട്ട് വെക്കുമ്പോൾ അതിലേക്ക് റീച്ച് ചെയ്യാൻ അറിയാം ഒന്നും അത്ര എളുപ്പമല്ല, എളുപ്പം ചാടിക്കയറാൻ കഴിയുന്ന ഒന്നല്ല എന്ന കാര്യമുണ്ട്. ഓക്കെ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റഡി സ്ട്രാറ്റജി മുമ്പോട്ട് എടുത്തേ കഴിയുള്ളൂ. സോ ശരി, ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം, എങ്കിൽ ഞാൻ എന്ത് പഠിക്കണം, ഓക്കെ, എന്ത് സ്ട്രാറ്റജി എടുക്കണം, ഓക്കെ, എന്ത് സ്ട്രാറ്റജി എടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കാം. ഓക്കെ, അതിനുമ്പോൾ ഞാൻ എന്ത് പഠിക്കണം, എന്തൊക്കെ പഠിക്കണം. സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് വളരെ വൈഡ് ആൻഡ് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്, അതിനോട് ചേർന്നിട്ടുള്ള കോംപ്ലിമെന്ററി ഡിസിപ്ലിനുകളുണ്ട്. സോ ഇതെല്ലാം ഞാൻ പഠിക്കണം, എങ്ങനെ പഠിക്കണം? ആ ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്തിറങ്ങി ചെല്ലുന്നത്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറഞ്ഞതിന് ശേഷം നമ്മൾ കഴിഞ്ഞ വർഷത്തെ പരീക്ഷ കഴിഞ്ഞ ലാസ്റ്റ് എക്സാം എങ്ങനെ പോയി, എന്തായിരുന്നു, ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് നമ്മൾ ഇനിയൊരു എക്സാമിലേക്ക് മുമ്പോട്ട് നോക്കുമ്പോൾ PSCക്ക് പൂർണ്ണമായി മാറിയ ചില രീതികളുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3-5 എക്സാമുകൾ നേരിട്ട് കണ്ട സ്ഥിതിക്ക് ഈവൻ സോഷ്യൽ വർക്ക് റിലേറ്റ് ചെയ്തുള്ള PSC എക്സാംസിന്റെ ഇന്റർവ്യൂസ് അടക്കം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നിലയ്ക്ക് എനിക്ക് പറയാം നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് PSCയുടെ രീതികളിലേക്ക് ഇപ്പം മാറി വന്നിട്ടുള്ളത്. ഇതിന്റെ തൊട്ട് മുമ്പ് കഴിഞ്ഞ എക്സാംസും ഈ എക്സാമിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റം വരാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. സോ അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് എന്താ ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് നോക്കുക. അപ്പോൾ നമുക്കിപ്പോൾ നിലവിലിരിക്കുന്ന സിലബസിൽ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ഒരു കഴിഞ്ഞ പ്രൊബേഷൻ ഓഫീസർ എക്സാംസിലുണ്ടായിരുന്ന പോലത്തെ ആദ്യത്തെ തുടക്കം അങ്ങനെ തന്നെയാണ്. പക്ഷെ പ്രൊബേഷൻ ഓഫീസർ എക്സാമിൻ്റെ 30 ചോദ്യങ്ങളോളം ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, റിനൈസൻസ് ഇൻ കേരള, അതില് കോൺസ്റ്റിറ്റ്യൂഷനും റിനൈസൻസ് ഓഫ് കേരളയും ഫോക്കസ് ചെയ്ത് 30ഓളം ചോദ്യങ്ങൾ നിലനിന്നിരുന്നുവെങ്കിൽ ഇതിലൊരു 20ഓളം ചോദ്യങ്ങളോളം 20 മാർക്കോളം നീണ്ടുവരുന്ന ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും റിനൈസൻസ് ഇൻ കേരളയും
പിന്നെ വളരെ ചെറിയ തോതിൽ സിലബസിന്റെ ഉള്ളിൽ പറഞ്ഞിട്ടില്ലെങ്കിലും റിലൈസൻസ്, ഇന്ത്യൻ റിനൈസൻസിന്റെ ഉള്ളിലും നിന്നും ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വന്ന് കാണുന്നുണ്ട് കഴിഞ്ഞ പരീക്ഷ വരേക്കും. ഓക്കെ, വളരെ ചെറിയ തോതിൽ കറണ്ട് അഫയേഴ്സ് ചോദിച്ചിരുന്നു, ജനറൽ നോളജ് ചോദിച്ചിരുന്നു. റിനൈസൻസ് ഓഫ് കേരള വലിയ ചെറുതല്ലാത്ത രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയും എല്ലാം കൂടെ ചേർത്തൊരു 20 മാർക്കിന്റെ ഉള്ളിൽ അതും, ബാക്കി 80 മാർക്കിന് വരുന്ന സോഷ്യൽ വർക്കും അതിന്റെ കോംപ്ലിമെന്ററി ഡിസിപ്ലിനുകളിൽ നിന്നുള്ള ചോദ്യങ്ങളായിരുന്നു പിന്നെ വന്നിരുന്നത്. കോംപ്ലിമെന്ററി ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ സോഷ്യോളജിയും സൈക്കോളജിയും. ഓക്കെ, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി ഏരിയകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ. അപ്പൊ കോംപ്ലിമെന്ററി സോഷ്യോളജി ആൻഡ് കോംപ്ലിമെന്ററി സൈക്കോളജി എന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ. കാര്യം സൈക്കോളജിയുടെ കോർ എലമെന്റ്സിൽ ചെന്നിട്ട് സൈക്കോളജിക്കൽ തിയറികളിലേക്കോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിലേക്കോ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയിലേക്കോ അങ്ങനെ ഒരു തെറാപ്യൂട്ടിക് ടെക്നിക്സുകളിലേക്കോ ഒന്നും ഇറങ്ങിപ്പോയിട്ടില്ല. ബട്ട് സ്റ്റിൽ സോഷ്യൽ വർക്ക് ചെയ്യാൻ ഉതകുന്ന സൈക്കോളജിയുടെ മേഖലകൾ, സോഷ്യൽ വർക്ക് പ്രാക്ടീസിന് വളരെ അനിവാര്യമായിട്ടുള്ള സോഷ്യോളജിയുടെ ഭാഗങ്ങൾ, അത്തരം മേഖലകളിലാണ് എന്ത് ചെയ്തിരുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ചോദ്യം വന്നിരുന്നതെന്ന് പറയാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? കാര്യം നമ്മൾ ഇനി അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്നത് സിലബസിലേക്കാണ്, സിലബസിന്റെ ഉള്ളിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. നിങ്ങൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സിലബസിന്റെ കുറച്ച് മേഖലകളിലേക്ക് കടന്നില്ല. ഓക്കെ, സോ സിലബസിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഇൻ കേരള എന്നുള്ള ഭാഗമാണ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെയുണ്ട് എന്ന്, സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനമായ ഭാഗങ്ങൾ. പൊതുവിൽ ചോദിച്ചു കാണുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, പ്രിയാമ്പിൾ, DPSP, ഈ മേഖലകളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക, കൂടുതലായിട്ടുണ്ടായി കാണുക. ഓക്കെ, പിന്നെ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ് നോട്ട് റിലേറ്റഡ് ടു സോഷ്യൽ വർക്ക്, എപ്പോഴും ഡയറക്ട്ലി റിലേറ്റഡ് ടു സോഷ്യൽ വർക്ക് അല്ലാത്ത സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ് അവിടെ വരുന്നുണ്ടാവും. ഡയറക്ട്ലി സോഷ്യൽ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സോഷ്യൽ ലെജിസ്ലേഷനും അതിന്റെ പ്രോഗ്രാംസും ഒക്കെ ഇനി അങ്ങോട്ട് വരണുണ്ട്, ഇല്ല എന്നല്ല. അത് അടുത്തൊരു സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, പറയുന്നുണ്ടാവും. പരീക്ഷയിൽ അത് എവിടെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, പിന്നെ റിനൈസൻസ് ഇൻ കേരള, ഓഫ് കോഴ്സ് റിനൈസൻസ് ഇൻ കേരള ചോദ്യങ്ങളുണ്ട്. റിനൈസൻസ് ഇൻ കേരളയിൽ പ്രസിന്റെ ഇമ്പോർട്ടൻസ്, റൈറ്റേഴ്സ് തുടങ്ങിയുള്ള മേഖലകളിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ വരാറുണ്ട്. പ്രത്യേകിച്ച് റിനൈസൻസിലെ വുമൺ പാർട്ടിസിപ്പേഷൻ വളരെ നല്ല രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, വാട്ടവർ ഇതെല്ലാം കൂടെ ചേർത്തൊരു 20 മാർക്കിന്റെ ചോദ്യങ്ങൾ. പക്ഷെ സ്റ്റിൽ കോൺസ്റ്റിറ്റ്യൂഷനെ ഞാൻ ആ 20 മാർക്കിന്റെ ചോദ്യങ്ങൾക്കുള്ളിൽ മാത്രം ഒതുക്കുന്നില്ല. കാര്യം കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറയുന്ന ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, റിനൈസൻസ് ഇൻ കേരളയുടെ ഭാഗമായിട്ടുള്ള 20 ചോദ്യങ്ങളുടെ ഭാഗമായും വരും. സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ നോളജിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന ഒന്നല്ലാത്തത് കൊണ്ട് സബ്ജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള 80 മാർക്കിന്റെ ഉള്ളിലും കോൺസ്റ്റിറ്റ്യൂഷന്റെ ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഓക്കെ, ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സോ കോൺസ്റ്റിറ്റ്യൂഷൻ അത്ര അധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് സോഷ്യൽ വർക്കിന്റെ ഏതൊരു പരീക്ഷയാണെങ്കിലും. ഓക്കെ, സോഷ്യൽ വർക്കിന്റെ ഏതൊരു പരീക്ഷയാണെങ്കിലും ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം വലിയ പ്രാധാന്യം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അർഹിക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. സോ അത് കൃത്യമായിട്ട് നോക്കുക. നെക്സ്റ്റ് വൺ. ഓക്കെ, ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് ഒന്ന് കിടക്കാം. ഓക്കെ, സബ്ജക്റ്റിന്റെ ഭാഗത്തേക്ക് ഒന്ന് കിടക്കാവുന്നതാണ്. ഫൈൻ. സോ ആദ്യം സബ്ജക്റ്റിന്റെ ഭാഗം, നമ്മൾ മെയിൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം, നമ്മൾ കേൾക്കാനിരിക്കുന്ന അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഇത് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഭാഗത്തിലേക്കാണ് നമ്മൾ പോകാൻ പോവുക. നമ്മുടെ സോഷ്യൽ വർക്കിന്റെ ഏരിയയിൽ നിന്ന്, അതായത് 80% വരുന്ന ഏരിയയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഓക്കെ, വളരെ ഡിസിസീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ. ഇവിടെ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം? ഒരു UGC നെറ്റിന്റെ ലെവലിലേക്ക് പഠിക്കണോ, അതൊരു യൂഷ്വൽ ICD സൂപ്പർവൈസർ എക്സാമിന്റെ നിലയിലേക്ക് പഠിക്കണോ, അതോ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു പ്രൊബേഷൻ ഓഫീസർ ലെവലിലേക്ക് പഠിക്കണോ, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ നമ്മൾ പഠിക്കണോ? ഇപ്പൊ ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങളൊരു പ്രൊബേഷൻ ഓഫീസർ പഠിച്ച ആൾക്കാരായിരിക്കും. അത് മതിയോ, അത് അതിനും മുകളിൽ നിങ്ങൾ പഠിക്കേണ്ടതുണ്ടോ? ഒറ്റ വാക്കിൽ ആദ്യം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, പ്രൊബേഷൻ ഓഫീസറിന് നിങ്ങൾ എന്ത് പഠിച്ചോ അതിനും ഒരു 30% കൂടുതൽ അല്ലെങ്കിൽ 40% കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ എന്തിൽ പഠിക്കേണ്ടി വരുന്നുണ്ടാവും? വെൽഫെയർ ഓഫീസറിന്റെ എക്സാമിന് പഠിക്കേണ്ടി വരുന്നുണ്ടാവും. അത് നിങ്ങൾ സിലബസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്.
ഉണ്ടാവണം. ഓക്കെ, അതിലാദ്യമാണ് ഈ പറയുന്ന ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ഓഫ് സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്ക് സെക്ടറിൽ ആദ്യം നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ഓഫ് സോഷ്യൽ വർക്ക് എന്ന ഭാഗമാണ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഉള്ളിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം? അതിൽ പറയുന്ന ഒന്ന് സോഷ്യൽ വർക്ക് എന്താണ് എന്ന ഭാഗം നിങ്ങൾ പഠിക്കണം. ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അത് US-ൻ്റെയും UK-യുടെയും ഇന്ത്യയുടെയും ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓപ്പൺ ആക്കുന്ന കാലഘട്ടങ്ങളുടെ ഏതാ? ഇന്ത്യയിൽ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ തുടങ്ങുന്നത് എപ്പോഴാണ്? ഇന്ത്യയിൽ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ തുടങ്ങുന്നത് 1936 തുടങ്ങുന്ന ആ ഒരു കാലഘട്ടത്തിന്റെ ഹിസ്റ്ററി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ടാവും? ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കേണ്ടി വരുന്നുണ്ടാവും. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് വൺ ഫിലോസഫിക്കൽ ബേസിസ് ഓഫ് സോഷ്യൽ വർക്ക്. കുറച്ചുകൂടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് സോഷ്യൽ വർക്കിന്റെ ഫിലോസഫി, ഹ്യൂമാനിറ്റേറിയൻ ഫിലോസഫിയെ പറ്റി, ഫിലോസഫിയുടെ ഭാഗങ്ങളെ പറ്റി നമ്മൾ പഠിക്കേണ്ടി വരുന്നുണ്ടാവും. നെക്സ്റ്റ്, വോളണ്ടറി ആൻഡ് പ്രൊഫഷണൽ ഡയമെൻഷൻസ് ഓഫ് സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്കിന്റെ വോളണ്ടറി ഡയമെൻഷൻസ് എന്താ, പ്രൊഫഷണൽ ഡയമെൻഷൻസ് എന്താ, അതിനുള്ള പ്രൊഫഷണൽ പ്രാക്ടീസുകൾ എന്താ, അതിനുശേഷം സോഷ്യൽ വർക്കിന്റെ വാല്യൂസ് എന്താ, വാല്യൂസുമായിട്ട് ക്ലബ് ചെയ്തിട്ടുള്ള കോഡ് ഓഫ് എത്തിക്സ് എന്താ, NASW കോഡ് ഓഫ് എത്തിക്സിനെ പറ്റി പഠിക്കുന്നുണ്ടാവും. NASW കോഡ് ഓഫ് എത്തിക്സിൽ നിന്ന് കൃത്യമായ ചോദ്യങ്ങൾ എവിടെ വന്നിട്ടുണ്ട്? ഈ കഴിഞ്ഞ വെൽഫെയർ ഓഫീസർ എക്സാമിന് വന്നിട്ടുണ്ട്. ഇവൻ എത്രാമത്തെ കോഡ് ഓഫ് എത്തിക്സ് എന്നുള്ള തലത്തിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കോർ കോമ്പിറ്റൻസീസ് എന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, NASW കോർ കോമ്പിറ്റൻസീസ് വെറുതെ പറയല്ല, NASW കോർ കോമ്പിറ്റൻസീസ് എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. സോ അപ്പോൾ ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ബേസിക് ഏരിയ എന്ന് വെച്ചാൽ അതാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഫൗണ്ടേഷണൽ ഏരിയ എന്ന് പറയാം. ഓക്കെ, കാര്യം അവിടെയാണല്ലോ ഉറപ്പിക്കേണ്ടത്. നിങ്ങൾ പറയും, നിങ്ങൾ പഠിച്ച ആൾക്കാരാണ്, PG വരേക്കും MSW കഴിഞ്ഞ വ്യക്തികളായിരിക്കും എക്സാം എഴുതുന്നത്, അല്ലെങ്കിൽ UG കഴിഞ്ഞ ആൾക്കാരായിരിക്കും എക്സാം എഴുതുന്നത്. ബട്ട് സ്റ്റിൽ ഈ ഫൗണ്ടേഷണൽ ആസ്പെക്ട് ഉറപ്പിച്ചേ കഴിയുള്ളൂ. ഞാൻ ഇപ്പൊ ചോദിച്ചാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പല ഡേറ്റ്സും ഹിസ്റ്റോറിക്കൽ ഇവന്റ്സിന്റെയും ലൈക്ക് ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റീനെ റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഏത് രാജ്യത്തെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ വിക്കി പോവും. ഓക്കെ, അത്രയും ഫൗണ്ടേഷൻ നമ്മൾ ബേസിക് ആയിട്ട് ഇടേണ്ടതുണ്ടാവും ആദ്യത്തെ ഫിലോസഫിക്കൽ പോർഷനിൽ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൽ പഠിക്കേണ്ടി വരിക. നെക്സ്റ്റ്, രണ്ടാമത് വരുമ്പോൾ നമുക്ക് പഠിക്കേണ്ടി വരിക സോഷ്യോളജി ഫോർ സോഷ്യൽ വർക്ക് എന്ന രീതിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് പഠിക്കേണ്ടി വരിക ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് സോഷ്യോളജി. അവിടെ എന്താ വരുന്നത്? നമ്മൾ ആദ്യം കോംപ്ലിമെന്ററി ഡിസിപ്ലിനിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കോംപ്ലിമെന്ററി ഡിസിപ്ലിനിലേക്ക് വരിക. സോഷ്യോളജി ആദ്യത്തെ കോംപ്ലിമെന്ററി ഡിസിപ്ലിൻ. തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണാം സൈക്കോളജിയിലേക്ക് നമ്മൾ വരും എന്നുള്ളത്. അതായത് സോഷ്യൽ വർക്ക് പ്രാക്ടീസിന് നമ്മളെ എയ്ഡ് ചെയ്യുന്ന സോഷ്യോളജിയുടെ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മൾ ഡീൽ ചെയ്യുന്ന വ്യക്തികൾ ജീവിക്കുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ്, സോഷ്യലൈസേഷൻ എന്താണ്, സോഷ്യൽ ചേഞ്ച് എന്താണ്, സോഷ്യൽ പ്രോബ്ലം എന്താണ്, സോഷ്യൽ അനാലിസിസ് എന്താണ്, ഇതിൻ്റെ അകത്ത് ഗ്രൂപ്പുകൾ എന്താ, ഫാമിലി എന്താ, മാരേജ് എന്താ, മാരേജിന്റെ ടൈപ്സ് എന്താ, അനലോമ മാരേജ് എന്താ, പ്രതിലോമ മാരേജ് എന്താ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസിസ്റ്റ് ടാബൂസ് എന്താ, അല്ലെങ്കിൽ ഗെമിൻ ഷാഫ്റ്റ് എന്താ, ഗസൽ ഷാഫ്റ്റ് എന്താ, ഇതൊക്കെ ആരാ പ്രപ്പോസ് ചെയ്തേ, ഏത് സോഷ്യോളജിസ്റ്റാ പ്രൈമറി ഗ്രൂപ്പ്സിനെ പറ്റി പറഞ്ഞ്, അത് ഏത് പുസ്തകത്തിലാ പുള്ളി പ്രൈമറി ഗ്രൂപ്പ്സിനെ പറ്റി പറഞ്ഞ്, ആ പുസ്തകം റിലീസായ വർഷം എന്നായിരിക്കും. ഓക്കെ, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു ഏരിയയാണ് ആക്ച്വലി സോഷ്യോളജി. സോഷ്യോളജിയിലെ ചോദ്യങ്ങളെ വിട്ട് കളഞ്ഞുകൊണ്ട് സോഷ്യൽ വർക്കോ എക്സാമിനേഷൻസ് ഒന്നും അങ്ങനെ കണ്ടക്ട് ചെയ്ത് പോകാറുമില്ല. ഓക്കെ, അപ്പൊ അത് അടുത്തൊരു മേഖലയിലേക്ക് വരുന്നുണ്ട്. സോഷ്യോളജി ഫോർ സോഷ്യൽ വർക്ക് എന്ന ഏരിയ വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ട. ഞാനത് ലാസ്റ്റ് റെഫറൻസിൽ അതിനു വേണ്ടി മാത്രം ഒരു പുസ്തകവും കൃത്യമായിട്ട് കൊണ്ടുവന്ന് നിങ്ങൾക്ക് പറയുന്നുണ്ട്. പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല, വളരെ കാഷ്വലായിട്ട് സോഷ്യൽ വർക്കേഴ്സ് യൂസ് ചെയ്യുന്ന പുസ്തകം തന്നെയാണ്. ഓക്കെ, അത് പറഞ്ഞുതരാം. മറ്റൊരു പുസ്തകം വായിക്കുകയാണെങ്കിൽ ഒരുപാട് അറിവ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ, സൈക്കോളജി ഫോർ സോഷ്യൽ വർക്ക്, അടുത്ത കോംപ്ലിമെന്ററി ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒന്ന്. രണ്ടാമത്തെ കോംപ്ലിമെന്ററി ഡിസിപ്ലിൻ സൈക്കോളജി ഫോർ സോഷ്യൽ വർക്ക്. അവിടെ നമ്മൾ ജനറൽ സൈക്കോളജി എന്താണ് എന്ന കാര്യങ്ങൾ പഠിക്കണം. ശേഷം വരുന്നത് ആക്ച്വലി പൂർണ്ണമായും സൈക്കോളജി എന്ന് പറയുന്ന ഡിസിപ്ലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കണില്ല എങ്കിലും തിയറീസ് ഓഫ് ഡെവലപ്മെന്റ്, നമ്മൾ ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പലയിടത്തായിട്ട് പഠിച്ചിട്ടുള്ള തിയറീസ് ഓഫ് ഡെവലപ്മെന്റ്, നമ്മൾ പണ്ട് എലിസബത്ത് ഹർലോക്കിന്റെ ബുക്കൊക്കെ വെച്ചിട്ട് ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ പഠിച്ചിട്ടുള്ള നമ്മുടെ സ്റ്റേജുകൾ ഇല്ലേ, സ്റ്റേജുകൾ എന്ന് പറയുമ്പോൾ എന്താ, ഇൻഫാൻസിയിൽ തുടങ്ങി മുൻപോട്ട്, അല്ലെങ്കിൽ പ്രീനാറ്റൽ സ്റ്റേജ്, ഇൻഫാൻസി, ബേബിഹുഡ്, ഏർലി ചൈൽഡ്ഹുഡ്, ലേറ്റ് ചൈൽഡ്ഹുഡ്, പ്യൂബർട്ടി, ഓക്കെ, അഡോളസൻസ്, അഡൾട്ട്ഹുഡ്,
ഏർലി അഡൾട്ട്ഹുഡ്, മിഡിൽ അഡൾട്ട്ഹുഡ്, ഓൾഡ് ഏജ്, ഇങ്ങനെ തുടങ്ങി ആ ഒരു സ്റ്റേജസും ആ സ്റ്റേജസിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റൽ ടാസ്കുകൾ, ആ സ്റ്റേജുകളിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ, ആ സ്റ്റേജുകളിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചാലഞ്ചുകൾ, ഓക്കെ, അല്ലെങ്കിൽ ഹസാർഡുകൾ, പിന്നെ അത് ഓവർകം ചെയ്യാനുള്ള സോഷ്യൽ വർക്ക് ഇന്റർവെൻഷൻസ്, ഇതൊക്കെയാ എന്താ ഈ ഒരു ഏരിയക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരിക, പഠിക്കേണ്ടി വരിക. ഓഫ് കോഴ്സ് അതിനുശേഷം സോഷ്യൽ വർക്കേഴ്സ് നമ്മളറിയാം സ്പെഷ്യലൈസേഷൻ, മെഡിക്കൽ ആൻഡ് സൈക്കാട്രിക് സ്പെഷ്യലൈസേഷനും മറ്റുമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവിടെ നോർമൽ സൈക്കോളജിയുടെ റെലവന്റ് ഏരിയകളും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ചില നമ്മൾ DSM-നെ പറ്റി പഠിക്കേണ്ടി വരുന്നുണ്ടാവും, ICD-നെ പറ്റി പഠിക്കേണ്ടതുണ്ടാവും, അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻസ് ICD-5, DSM-11 ഒക്കെയുള്ള മേഖലകൾ എന്തൊക്കെയാണ്, അതൊക്കെ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്, രോഗങ്ങൾ, ഡയഗ്നോസിസ് ഒക്കെയുള്ള വിഷയങ്ങൾ നമ്മൾ ചെറുതായിട്ട് നോക്കേണ്ടി വരുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്ത് അതിലേക്ക് വരുമ്പോൾ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് കൗൺസിലിംഗിലേക്ക് വരികയാണ്. ഓക്കെ, തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് കൗൺസിലിംഗ്, ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒന്ന്, നമ്മൾ കൗൺസിലിംഗ് എന്താണെന്ന് വളരെ ജനറൽ ആയിട്ട് പഠിക്കണം. കൗൺസിലിംഗിന്റെ റിലേറ്റ് ചെയ്തുള്ള തിയറികൾ, കുറച്ചധികം തിയറികൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കൗൺസിലിംഗ് പ്രോസസ്സ് പഠിക്കേണ്ടതുണ്ടാവും, പ്രിൻസിപ്പിൾ പഠിക്കേണ്ടതായിട്ടുണ്ടാവും, കൗൺസിലിംഗ് സ്കിൽസ് ആൻഡ് ടെക്നിക്സ് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ടാവും, കേസ് റെക്കോർഡിംഗ് എന്താണെന്ന് പഠിക്കേണ്ടതായിട്ടുണ്ടാവും, കൗൺസിലി റിലേഷൻഷിപ്പ് എന്താണെന്ന് പഠിക്കേണ്ടതുണ്ടാവും, തെറാപ്യൂട്ടിക് അപ്രോച്ചസ് ടു കൗൺസിലിംഗ് എന്താണെന്ന് പഠിക്കേണ്ടി വരും. നമുക്ക് ഈ ഭാഗം നോക്കുവാണെങ്കിൽ ഇത് പൂർണ്ണമായി കഴിഞ്ഞ സോഷ്യൽ വർക്ക് എക്സാമുകൾക്കൊന്നും വലുതായിട്ട് ഇല്ലാതിരുന്ന ഒരു ഏരിയയാണ്. വെൽഫെയർ ഓഫീസറിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരുന്നുണ്ടാവും. ഓക്കെ, കാര്യം നോക്കിയാൽ അത് പുതുതാണ്. ആക്ച്വലി ICD സൂപ്പർവൈസറിന്റെ മേഖലയിലേക്കോ അല്ലെങ്കിൽ പ്രൊബേഷൻ ഓഫീസർ ആരും പ്രിപ്പയർ ചെയ്ത ഒരു എക്സാമിൽ നിങ്ങൾ ആക്ച്വലി ഈ ഏരിയകളിൽ കവർ ചെയ്തിട്ടുണ്ടാവില്ല. സൈക്കോളജിയിലുള്ള ഏരിയകളും ഒരുപാട് കൂടുതലാണ്. സോഷ്യൽ വർക്കിന്റെ ഫിലോസഫിക്കൽ ഏരിയ എന്നാണെങ്കിലും ഈ പറയുന്ന എക്സാമുകൾക്ക് ഇല്ലാത്ത കുറെ ഏരിയകൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ. ഇവരുടെ വാസ്റ്റ് ആണ് കേട്ടോ സിലബസ്, വളരെ വാസ്റ്റ് ആണ് സിലബസ്. പക്ഷേ കൗൺസിലിംഗ്, തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും വെൽഫെയർ ഓഫീസറിൽ മാത്രമേ ഞാൻ ഇടക്കാലത്ത് കഴിഞ്ഞുപോയ സോഷ്യൽ വർക്ക് ഇൻവോൾവ് ആവുന്ന എക്സാമുകളിൽ കണ്ടിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ വർക്കിന്റെ ഒരു പ്രൈമറി മെത്തേഡിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, ഇത്ര ഏരിയ ആദ്യമായിട്ടാണ് എന്താ സോഷ്യൽ വർക്കിന്റെ മെത്തേഡ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അവിടെ നമുക്ക് ഗ്രൂപ്പ് വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഗ്രൂപ്പുകൾ എന്താണ് എന്ന് പഠിക്കുന്നുണ്ട്. ഗ്രൂപ്പുകളുടെ വ്യത്യസ്തതകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്, റഫറൻസ് ഗ്രൂപ്പുകൾ എന്താണ്, ബാക്കി ഗ്രൂപ്പിന്റെ ഡൈനാമിക്സ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അതിനുശേഷം പതിയെ എന്താ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സ് പഠിക്കണം. എങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ് ഫോം ചെയ്യണേ, ആ ഗ്രൂപ്പിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ, കാര്യങ്ങളൊക്കെ ഓരോ ഗ്രൂപ്പ് വർക്കിന്റെ ഓരോ ഘട്ടവും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഈവൻ ആ പ്രോസസ്സുകൾ പഠിക്കുമ്പോൾ നമുക്ക് വരുന്ന വെച്ചാൽ ലൈക്ക് ചിലപ്പോൾ നമ്മൾ ഒരു തിയറിസ്റ്റ് പ്രപ്പോസ് ചെയ്ത പ്രോസസ്സ് നമ്മൾ പഠിച്ചു വരുമ്പോൾ, ചിലപ്പോൾ ട്രാക്കറുടെ പ്രോസസ്സ് പഠിച്ചു വരുമ്പോൾ, ചിലപ്പോൾ റോസിന്റെ പ്രോസസ്സ് പഠിച്ചു വരുമ്പോൾ, ചിലപ്പോൾ നമുക്ക് ചോദിക്കുന്നത് ചിലപ്പോൾ ലൈക്ക് മേ ബി ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ സിദ്ദിഖിയുടെ സ്റ്റേജുകൾ ചോദിക്കാം, അല്ലെങ്കിൽ സിദ്ദിഖിയുടെ പ്രപ്പോസ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ നമ്മൾ ആക്ച്വലി മൾട്ടിപ്പിൾ തിയറിസ്റ്റുകളുടെ പ്രോസസ്സുകൾ പഠിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ കോളേജിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ല, ഇങ്ങനെ ലൈക്ക് ഒരു നമുക്ക് ഏതെങ്കിലും ഒരാളുടെ, നമുക്ക് എളുപ്പം തോന്നുന്ന ഒരാളുടെ പഠിക്കുന്നു, അയാളുടെ പേരും അയാൾ പ്രപ്പോസ് ചെയ്ത ഡേറ്റും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് എക്സാമിന് എഴുതും. പക്ഷെ ഇവിടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്ന മൾട്ടിപ്പിൾ തിയറിസ്റ്റുകളുടെ തിയറികളും അതിന്റെ വ്യത്യസ്തതകളും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. അവരുടെ പേരും, കാര്യം ഈ പ്രോസസ്സ് ആര് പ്രപ്പോസ് ചെയ്തു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പലരും പ്രോസസ്സ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവും. ട്രക്കർ മാത്രമായിരിക്കില്ല, ട്രക്മാനും പറഞ്ഞിട്ടുണ്ടാവും, ഓക്കെ, സിദ്ദിഖിയും പറഞ്ഞിട്ടുണ്ടാവും, റോസും പറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി എഴുതേണ്ടി വരുന്നുണ്ടാവും. ഓക്കെ, ഗ്രൂപ്പ് വർക്കിന്റെ പ്രോസസ്സ് കൂടാതെ ഗ്രൂപ്പ് പ്രോസസ്സ് പഠിക്കേണ്ടതുണ്ട്, ഗ്രൂപ്പ് ഡൈനാമിക്സ് പഠിക്കേണ്ടതുണ്ട്, അതിൻ്റെ ഉള്ളിൽ കോൺഫ്ലിക്റ്റ് പഠിക്കേണ്ടി വരും, കോമ്പറ്റീഷൻ എന്താണെന്ന് പഠിക്കേണ്ടി വരും. കഴിഞ്ഞ പരീക്ഷയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ തൊട്ട് മുമ്പ് കഴിഞ്ഞ പ്രൊബേഷൻ ഓഫീസർ എക്സാമിന് ഗ്രൂപ്പ് ഡൈനാമിക്സിന്റെ ഉള്ളിൽ നിന്നായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത്. കോൺഫ്ലിക്റ്റ് ആണോ, കോമ്പറ്റീഷൻ ആണോ, ലൈക്ക് അക്കോമഡേഷൻ ആണോ, ഇങ്ങനെ പറഞ്ഞിട്ടായിരുന്നു ഒരു സിനാരിയോ തന്നിട്ട് ഇത് ഏത് ഡൈനാമിക്സിന്റെ ഉള്ളിൽ പെടുന്നതാണെന്നുള്ള രീതിയിൽ ചോദ്യം ഉണ്ടായിരുന്നു.
ഓക്കെ, അപ്പൊ ഈ ഏരിയകളൊന്നും സിമ്പിൾ അല്ല. എല്ലാ ഏരിയകളും PSCക്ക് വളരെ പ്രിയപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന ഏരിയകളാണ്. പ്രത്യേകിച്ച് ഗ്രൂപ്പും ഗ്രൂപ്പ് ഡൈനാമിക്സും എല്ലാ പരീക്ഷകളിലും കൃത്യമായി ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന PSC ചോദ്യങ്ങൾ കൃത്യമായി ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. അത് സോഷ്യൽ വർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിലും സോഷ്യോളജി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിലും പറയുകയാണെങ്കിൽ തൊടാതെ പോകാറില്ല. ഗ്രൂപ്പിലോ ഫാമിലിയിലോ തൊടാതെ ചോദ്യപേപ്പർ കടന്നു പോകാറില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു മേഖലയാണ് ആക്ച്വലി ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അത് നോക്കണം. നമുക്കിനി ക്ലാസ്സുകൾ മുൻപോട്ട് പോകുമ്പോൾ ഇത്തരം ഏരിയകൾ ആക്ച്വലി നിങ്ങളൊരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത്, സെൽഫ് സ്റ്റഡിക്ക് അപ്പുറം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം തന്നെ ഈ പറയുന്ന പോലെ ഏത് ഏരിയക്ക് ഞാൻ ട്രസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു ഏരിയ ട്രസ്റ്റ് കൊടുക്കുന്നു, പക്ഷെ ആ ഏരിയ ചോദിക്കുന്നുണ്ടോ. കഴിഞ്ഞ കാലങ്ങളിൽ PSC പൊതുവിൽ ഏതൊക്കെ ഏരിയകൾക്ക് ട്രസ്റ്റ് കൊടുത്തുകൊണ്ട് ചോദ്യങ്ങൾ ഇടുന്നു, അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടതുണ്ട്. ഓക്കെ, ആ ഒരു ഏരിയ നമുക്ക് കിട്ടാനാണ് ആക്ച്വലി നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത്, എക്സ്പേർട്സിനോട് ചേർന്നുകൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത്. നമുക്ക് പോകുമ്പോൾ അങ്ങോട്ടും പോകുമ്പോൾ മനസ്സിലാവും. ഫാമിലിയിൽ സോഷ്യോളജിയിലേക്ക് പോകുമ്പോൾ ഫാമിലി മാരേജ് ഇതൊക്കെ നിങ്ങൾ എപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് ഒരു 10 പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ നിങ്ങൾ എടുത്തോളൂ. ചലഞ്ച് ചെയ്യാം, ഈ പറയുന്ന ഏരിയകളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിൽ വന്നിരിക്കും, ഉറപ്പാണ്. അത്ര അഷ്യൂറായിട്ട് ആ ഒരു ഏരിയകളിൽ നിന്ന് ചോദ്യങ്ങൾ വരും എന്ന് നമുക്ക് പറയാൻ കഴിയും. ചില ഏരിയകളുടെ പ്രാധാന്യം അങ്ങനെയാണ്. ഓക്കെ, കാര്യം അവിടെ തൊട്ട് ചോദ്യം വന്നിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ പറയുന്ന ഒന്നാണ് ആക്ച്വലി ഗ്രൂപ്പ് വർക്കിന്റെ ഈ പറയുന്ന ഗ്രൂപ്പ് ഡൈനാമിക്സും ഗ്രൂപ്പ് പ്രോസസ്സും ഒക്കെ വരുമ്പോൾ. ഈ കഴിഞ്ഞ ഗ്രൂപ്പ് വർക്കിന്റെ പ്രോസസ്സും ചേർത്തിട്ടും ഉണ്ടായിരുന്നു ചോദ്യം മുൻപത്തെ, എനിക്ക് തോന്നുന്നു HD സൂപ്പർവൈസറിലുണ്ടായിരുന്നു, POയിലുണ്ടായിരുന്നു. ഇതിലെ ഗ്രൂപ്പ് വർക്കിന്റെ പ്രോസസ്സ് അല്ലാത്തത് ഏതാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ട്രക്കർ പറഞ്ഞ ഗ്രൂപ്പ് വർക്കിന്റെ പ്രോസസ്സ് അല്ലാത്തത് ഏതാണ് എന്ന് ചോദിച്ചുകൊണ്ട്, മറ്റേതോ ഒരു തിയറിസ്റ്റ് പറഞ്ഞ ഒരു ഗ്രൂപ്പ് വർക്കിന്റെ പ്രോസസ്സ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എക്സ്ട്രാ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, അത് ഗ്രൂപ്പ് വർക്കിന്റെ പ്രോസസ്സ് തന്നെയാണ്, പക്ഷെ അത് ട്രക്കർ പറഞ്ഞ പ്രോസസ്സ് അല്ല എന്നുള്ളതായിരിക്കും. ഓക്കെ, PSC അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ഇതൊരു ഡിഗ്രി ലെവൽ എക്സാം ആണ് എന്നുള്ള കാര്യം മനസ്സിൽ എന്ത് ചെയ്യുക, വെച്ചേക്കുക. നെക്സ്റ്റ് വൺ വരുന്നത് സോഷ്യൽ കേസ് വർക്ക്, രണ്ടാമത്തെ പ്രൈമറി മെത്തേഡ്. നേരത്തെ നമ്മൾ വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്സ് പറഞ്ഞു, ഇപ്പോൾ വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽസ് എന്ന് നമ്മൾ പറയുന്ന സോഷ്യൽ കേസ് വർക്കിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ കേസ് വർക്കിന്റെ ഫിലോസഫി ചോദിക്കുന്നുണ്ട്, കേസ് വർക്കിന്റെ ഫേസസ് ചോദിക്കുന്നുണ്ട്, ഓൾവ്യൂ, സോഷ്യൽ കേസ് വർക്ക് ഇന്റർവെൻഷൻ മോഡലുകൾ ചോദിക്കുന്നുണ്ട്. ഒക്കെ കൃത്യമായി കേട്ടിരുന്ന് പഠിക്കേണ്ട ഏരിയകളാണ് ഈ സോഷ്യൽ കേസ് വർക്ക് ഇന്റർവെൻഷൻ മോഡലുകൾ. ഓരോ മോഡൽ, ആ മോഡൽ ആര് പ്രപ്പോസ് ചെയ്തു, ആ മോഡല് ലൈക്ക് ഏത് തിയറിയുടെ ബേസിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏത് സൈക്കോളജിക്കൽ തിയറിയുടെ ബേസിലുണ്ടായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുടെ സാധ്യതകൾ നിലനിൽക്കുന്ന ഒന്നാണ് എന്ത്, ഈ ഇന്റർവെൻഷൻ മോഡലുകൾ എന്ന് പറയുന്നത്. പിന്നെ സ്കിൽസ് ആൻഡ് ടെക്നിക്സ് ഇൻ ഹെൽപ്പിംഗ് പ്രോസസ് ഇൻ കേസ് വർക്ക്, സ്കിൽസ് ആൻഡ് ടെക്നിക്സ്. പിന്നെ റെക്കോർഡിംഗ് കേസ് വർക്ക്, നേരത്തെ റെക്കോർഡിംഗ് ഗ്രൂപ്പ് വർക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ റെക്കോർഡിംഗ് കേസ് വർക്ക്, റെക്കോർഡിങ്ങിനകത്ത് നാരേറ്റീവ് റെക്കോർഡിംഗ് എന്താ, വെർബാറ്റിം റെക്കോർഡിംഗ് എന്താ, ഇങ്ങനെ റെക്കോർഡിംഗ് റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് ഈ ഒരു ഏരിയയിൽ. നെക്സ്റ്റ് വൺ വളരെ കടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോഷ്യൽ റിസർച്ച് കഴിഞ്ഞ പല എക്സാമുകളും വളരെ മയത്തിൽ സിലബസിൽ ചോദിച്ചപ്പോൾ വളരെ ഹാർഡായിട്ട് സിലബസിൻ്റെ ഉള്ളിലേക്ക് ഞാൻ നോക്കിയപ്പോൾ സിലബസിൻ്റെ ഉള്ളിൽ വളരെ ഹാർഡായിട്ട് ചോദിച്ചിരുന്ന ഒരു ഏരിയയാണ് സോഷ്യൽ വർക്ക് റിസർച്ചിൻ്റെ മേഖല. വ്യക്തമായി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെയും ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡിനെയും 2 സെഗ്മെന്റുകളാക്കി ഈ 2 സെഗ്മെന്റുകൾക്കുള്ളിൽ നിന്നും വ്യക്തമായ ചോദ്യങ്ങൾ അവർ വ്യക്തമായ ചോദ്യം ചോദിക്കാനുള്ള ടോപ്പിക്കുകൾ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിസർച്ചിന്റെ ഉള്ളിൽ റിസർച്ച് ചെയ്യുന്ന ചോദ്യം ചോദിക്കാതെ പോകാറുമില്ല. സാധാരണ റിസർച്ച് ഇത്തരം എക്സാമുകൾക്ക് റിസർച്ചിന്റെ വളരെ ചെറിയൊരു ഏരിയ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചോദ്യം സാമ്പിളിങ്ങിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എപ്പോഴും വളരെ ഫ്രീ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 2 ഏരിയകളാണ് സാമ്പിളിങ്ങും ടൂൾസ് ഫോർ ഡേറ്റ കളക്ഷനും. ഓക്കെ, പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനകത്തുനിന്നോ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനകത്തുനിന്നോ ഒരു സിറ്റുവേഷൻ തന്നിട്ട് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണോ, സ്ട്രാറ്റിഫൈഡ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണോ, ക്ലസ്റ്റേർഡ് സാമ്പിളിംഗ് ആണോ, അല്ലെങ്കിൽ നോൺ പ്രോബബിലിറ്റി വന്നിട്ട് സ്നോബോൾ സാമ്പിളിംഗ് ആണോ, കോട്ട സാമ്പിളിംഗ് ആണോ, കൺവീനിയൻറ്റ് സാമ്പിളിംഗ് ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചില സിറ്റുവേഷൻസ് തന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. ഇപ്പൊ ടൂൾസ് പറയാറുണ്ട്, ക്വസ്റ്റ്യനെയർ, ഇന്റർവ്യൂ സ്കെഡ്യൂൾ. ഈ കഴിഞ്ഞ തൊട്ട് മുൻപ് ഒരു 2 ആഴ്ച മുമ്പ് 3 ആഴ്ച മുമ്പ് കഴിഞ്ഞ പ്രൊബേഷൻ ഓഫീസർ എക്സാമിന്റെ ഉള്ളിലും ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇപ്പോൾ ഇന്ന സിറ്റുവേഷനിൽ ഏത് തരത്തിലുള്ള ഡേറ്റ കളക്ഷൻ ടൂൾ യൂസ് ചെയ്യാം, ക്വസ്റ്റ്യനെയർ, ഇന്റർവ്യൂ സ്കെഡ്യൂൾ ആണോ, ചെക്ക് ലിസ്റ്റ് ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു ചോദ്യം കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. പക്ഷേ ആ സിലബസിന്റെ ഉള്ളിൽ റിസർച്ചിന്റെ സാധ്യതകളും കുറവായിരുന്നെങ്കിൽ ഇവിടെ റിസർച്ചിന്റെ സാധ്യത ഭയങ്കര വാസ്റ്റാണ്. അത് വളരെ സാധ്യത ചെറുതായിരുന്നിട്ട് പോലും അതിനകത്തൊരു കണക്ക് ചോദിച്ചു കേട്ടോ, മോഡ് കണ്ടുപിടിക്കാനോ മറ്റൊരു കണക്ക് ചോദിച്ചു.
ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ എല്ലാ കാര്യവും പറയുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്, അതിൻ്റെ റിലേറ്റഡ് ഉള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, തിയറട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗങ്ങൾ ചോദിക്കുന്നുണ്ട്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് പറയുന്നുണ്ട്, യൂസ് ഓഫ് റിസർച്ച് സോഫ്റ്റ്വെയർ SPSS നമ്മൾ പറയാറില്ലേ, സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസസ്, അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്, റിസർച്ച് മെത്തേഡുകൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഏരിയയിലും സമഗ്രമായി എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഫൈൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രോജക്ട് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ്. ഓക്കെ, ഇതും സാധാരണ കഴിഞ്ഞ പരീക്ഷകൾക്കൊന്നും സിലബസിന്റെ ഉള്ളിൽ ഇല്ലാത്ത പുതിയൊരു ഏരിയയാണ്. വെൽഫെയർ ഓഫീസറിന്റെ എക്സാം സിലബസിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്ന് ഈ പ്രോജക്ട് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ്. സോഷ്യൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്താണ്, പ്രോജക്ട് സൈക്കിൾ എന്താണ്, പ്രൊജക്ട് സൈക്കിളൊക്കെ വ്യക്തമായി പ്രൊജക്ട് സൈക്ലിങ്ങിന്റെ പ്ലാനിങ്ങും പ്രൊജക്ട് സൈക്ലിങ്ങിന്റെ മാനേജ്മെന്റ് ഫേസും രണ്ടും വളരെ സെപ്പറേറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ PRA എന്താ, PLA എന്താ, LFA എന്താ. ഈ LFA ലോജിക്കൽ ഫ്രെയിംവർക്ക് അപ്രോച്ച് തൊട്ട് മുമ്പ് കഴിഞ്ഞ വെൽഫെയർ ഓഫീസർ എക്സാമിനകത്ത് തന്നെ കൃത്യമായിട്ടൊരു ചോദ്യമായി ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ പറയുമ്പോൾ LFA പറയാതെ പോകാറില്ല. ആ LFA കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ എക്സാമിന്. ലോജിക്കൽ ഫ്രെയിംവർക്ക് അപ്രോച്ച് ചോദിക്കുന്നു, അത് ഇതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്. PRA പറയുന്നുണ്ട്, PLA പറയുന്നുണ്ട്. തുടർന്ന് അങ്ങനെയുള്ള വസ്തുതകളൊക്കെ ഇതിനകത്ത് പ്രോജക്ട് സൈക്ലിങ്ങിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പ്രോജക്ട് ഫിനാൻസ് മാനേജ്മെന്റ്, ബഡ്ജറ്റിംഗ്, അക്കൗണ്ടിങ്, ഇത്തരം വിഷയങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഫണ്ട് റൈസിങ് മാനേജ്മെന്റിനെ പറ്റി പറയുന്നുണ്ട്. പ്രോജക്ട് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് വ്യക്തമായിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട്. സാധാരണ അങ്ങനെ എല്ലാ സോഷ്യൽ വർക്ക് റിലേറ്റഡ് എക്സാമുകളും ഇത് അഡ്രസ്സ് ചെയ്യണമെന്നില്ല, പക്ഷെ ഇത് വെൽഫെയർ ഓഫീസർ വ്യക്തമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കേൾക്കാൻ കഴിയുന്നില്ലേ? ഓക്കെ അല്ലേ? ഓഡിബിൾ അല്ലേ? അടുത്ത ഭാഗത്തേക്ക് കടക്കാനാണ്. ഓഡിബിൾ അല്ലേ? ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് വൺ സോഷ്യൽ വർക്കിൽ നമ്മൾ തുടർന്ന് മുൻപോട്ട് പോകുമ്പോൾ ആലോചിച്ച് നോക്കുക, സിലബസ് അപ്പോഴും അവസാനിക്കുന്നില്ല. കാരണം അത്രയധികം കാര്യങ്ങൾ നമ്മൾ പഠിക്കണം ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ. സോ അത്ര വിജിലൻ്റായി, അത്ര സമയം കളയാതെ, ഒട്ടും ടൈം കളയാതെ തന്നെ നിങ്ങൾ പഠിക്കണം എന്നൊരു ബോധം ജനറേറ്റ് ചെയ്യാനാണ് ആക്ച്വലി ഇത്രയും ഇലാബറേറ്റ് ചെയ്ത് ഈ ഒരു വസ്തുത, ഈ ഒരു ഭാഗത്ത് നമ്മൾ അത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നത്. കാര്യം ഇവിടെയാണ് ഇത് ക്ലിയർ ചെയ്യുന്നവിടെയാണ്. ഇത് മുഴുവൻ വെട്ടി നിങ്ങളൊരു പേപ്പറിൽ എഴുതി ഇത് മുഴുവൻ വെട്ടിക്കളയുകയാണെങ്കിൽ മുഴുവൻ നമ്മൾ വീണ് കഴിയുമ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞു നമുക്ക് ഫസ്റ്റ് റാങ്കിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളത്. കാര്യം അതിൽ കുറഞ്ഞൊരു ചോയ്സ് നമ്മൾ വെക്കുന്നില്ല. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈ സോഷ്യൽ ലെജിസ്ലേഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ നേരത്തെ ജനറൽ ആയിരുന്നുവെങ്കിൽ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഇറങ്ങി വരുന്നു, സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങി വരുന്നു. ലോ ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ ജനറൽ ടോപ്പിക് പറഞ്ഞിടത്തും കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരുന്നു. ഇവിടെ വരുമ്പോൾ സോഷ്യൽ ലെജിസ്ലേഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഭരണഘടനയെയും നിയമത്തെയും പറ്റി പഠിക്കേണ്ടതുണ്ട്. പേഴ്സണൽ ലോസിന് പ്രത്യേകം സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടതുണ്ട്. പേഴ്സണൽ ലോസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ വിവാഹവും മറ്റും റെഗുലേറ്റ് ചെയ്യുന്ന ഹിന്ദു മാരേജ് ആക്ട്, ക്രിസ്ത്യൻ മാരേജ് ആക്ട്, മുസ്ലിം മാരേജ് ആക്ട്, സ്പെഷ്യൽ മാരേജ് ആക്ട്, അതിലുള്ള വ്യത്യസ്തതകൾ, വരുന്ന മാറ്റങ്ങൾ, ഇടക്കാലങ്ങളിൽ വന്നിട്ടുള്ള അമെൻമെന്റുകൾ, മുത്തലാഖ് പോലുള്ള ബില്ലുകൾ, യൂണിഫോം സിവിൽ കോഡ് തുടങ്ങിയുള്ള വസ്തുതകളെ പറ്റിയൊക്കെ, യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പറയുന്ന ഭാഗങ്ങൾ, ഇങ്ങനെയുള്ള ഭാഗങ്ങളെ പറ്റി എല്ലാം ചോദ്യങ്ങൾ നിലവിൽ വരുന്നതിനോടൊപ്പം വലിയൊരു ഏരിയ, നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ ഏരിയകളിൽ ഒന്ന് എന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ സോഷ്യൽ ലെജിസ്ലേഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിരിക്കും. ഓക്കെ, അങ്ങനെ പറയുന്നൊരു ഏരിയ. അതിൻ്റെ ഉള്ളിൽ തന്നെ സോഷ്യൽ ലെജിസ്ലേഷൻ ഫോർ വുമൻ, ചിൽഡ്രൻ ആൻഡ് എൻവയോൺമെന്റ് വ്യക്തമായി പഠിച്ചാൽ 5 മാർക്ക് കിട്ടും എന്ന് പറയാൻ പറ്റുമെങ്കിൽ അത് പറയുന്ന ഒരു ഏരിയ ആണ് ഇത്. ഓക്കെ, കാര്യം സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, കുട്ടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, JJ ആക്ട്, പോക്സോ ആക്ട്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് തുടങ്ങി അങ്ങനെയുള്ള നിയമങ്ങളെ പറ്റിയൊക്കെ, എൻവയോൺമെന്റ് റിലേറ്റഡ് ഉള്ള നിയമങ്ങളെ പറ്റി, അതിൻ്റെ വർഷങ്ങൾ, അതിൽ വന്ന അമെൻമെന്റ്സ്, അതിൻ്റെ സെക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ടതുണ്ട്. തുടർന്ന് വനിതാ കമ്മീഷൻ, അങ്ങനെ തുടങ്ങിയ വേരിയസ് കമ്മീഷൻസ് ആൻഡ് ലീഗൽ സർവീസസ് വ്യക്തമായി പഠിക്കേണ്ടതുണ്ടാവും. ശേഷം ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. ഹ്യൂമൻ റൈറ്റ്സിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകേണ്ടതുണ്ട്. മനുഷ്യാവകാശത്തിന്റെ ചരിത്രങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. പ്രൊക്ലമേഷനുകളെ പറ്റി പഠിക്കേണ്ടതുണ്ടാവും, അതിന്റെ വർഷങ്ങളെ പറ്റി പഠിക്കേണ്ടതുണ്ടാവും. ഓക്കെ, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ചരിത്രത്തിലേക്ക് ഇറങ്ങി ചെന്നേ കഴിയുള്ളൂ. ഈവൻ ചിലപ്പോൾ നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനൊക്കെ ചിലപ്പോൾ ഒന്ന് അഡ്രസ്സ് ചെയ്ത് പോകേണ്ടി വരുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിൽ നമ്മൾ സിലബസിന് വെളിയിലേക്ക് ചിലപ്പോൾ ഇറങ്ങേണ്ടി വരുന്ന ഒരു മേഖലയാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നതും ഹ്യൂമൻ റൈറ്റ്സ് അറ്റ് ഗ്ലോബൽ ലെവൽ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, സോ അത്
ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയുന്ന ഏറ്റവും ട്രസ്റ്റ് കൂടിയ മേഖല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറയുന്ന മേഖലകളിൽ ഒന്നാണ് സോഷ്യൽ ലെജിസ്ലേഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻസൈഡ് സോഷ്യൽ വർക്ക്. ക്ലിയർ അല്ലേ? അടുത്ത രണ്ട് ഭാഗങ്ങൾ നമ്മുടെ ഈ പോസ്റ്റ്, നമ്മൾ ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ വെൽഫെയർ ഓഫീസർ എന്ന പോസ്റ്റിനോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന PSCയുടെ മാറി വന്ന രീതികളിൽ PSCയുടെ ഒരു മാറിയ പുതിയൊരു സ്വഭാവ രീതിയിൽപ്പെട്ട ഒന്നാണ് നമ്മൾ എന്തായി പറയുന്ന നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന കൺസേൺഡ് പോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള 4-5 ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ചോദിക്കാൻ നോക്കുമ്പോൾ സിലബസിന്റെ ഉള്ളിലേക്ക് നോക്കുന്ന ചോദ്യകർത്താവ് ചെന്നെത്തുന്ന 2 ഏരിയകളാണ് ക്രിമിനോളജി ആൻഡ് സോഷ്യൽ ഡീവിയൻസും കറക്ഷണൽ സോഷ്യൽ വർക്കും. ഇപ്പോഴത്തെ സാധാരണ നമ്മുടെ LD പോലുള്ള എക്സാമുകളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സാമിന് റിലേറ്റഡ് ആണ് ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ പോസ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്ന ഏരിയകളിലേക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിൽ അത് സിലബസിന്റെ ഉള്ളിൽ തന്നെ ഇൻബിൽഡ് ചെയ്ത. അപ്പൊ നോക്കുകയാണെങ്കിൽ സോഷ്യൽ വർക്ക് റിലേറ്റഡ് അല്ലേ പോസ്റ്റ്, അപ്പൊ എല്ലാം അത് റിലേറ്റഡ് അല്ലേ എന്ന് ചോദിച്ചാൽ എല്ലാം അത് റിലേറ്റഡ് തന്നെയാണ്. പക്ഷേ ഈ ക്രിമിനോളജി സോഷ്യൽ ഡീവിയൻസിനും കറക്ഷണൽ സോഷ്യൽ വർക്കിനും ജയിൽ വകുപ്പിന്റെ കീഴിലുള്ള ഒരു പോസ്റ്റിന് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ, ജയിൽ വകുപ്പിന് കീഴിലുള്ള ഒരു എക്സാം നിങ്ങൾ എഴുതാൻ ചെല്ലുമ്പോൾ ഈ 2 ഏരിയയ്ക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന ആദ്യത്തെ ഏരിയയാണ് ക്രിമിനോളജി ആൻഡ് സോഷ്യൽ ഡീവിയൻസ്. അവിടെ നിങ്ങൾ ക്രൈം എന്താണ്, സോഷ്യൽ ഡീവിയൻസ് എന്താണ്, സോഷ്യൽ ഡിസോർഗനൈസേഷൻ എന്താണ്, സോഷ്യൽ പാത്തോളജി എന്താണെന്ന് പഠിക്കേണ്ടി വരും. അപ്പൊ അവിടെ നിങ്ങൾ ക്രൈമിന്റെ തിയറികൾ മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, അത്തരം കാര്യങ്ങൾ നോക്കേണ്ടി വരുന്നുണ്ടാവും. സയന്റിഫിക് സ്റ്റാറ്റസ് ഓഫ് ക്രിമിനോളജി എന്താണെന്ന് പറയണം. ക്രിമിനോളജിക്ക് മറ്റ് സാമൂഹിക ശാസ്ത്ര ശാഖകളോടുള്ള ബന്ധം എന്താണ്? കാര്യം സമൂഹവുമായി ബന്ധപ്പെട്ട് തന്നെയാണല്ലോ ഇത് നിൽക്കുന്നത്. സോഷ്യൽ സയൻസ് ഡിസിപ്ലിനാണ്, സയന്റിഫിക് ഡിസിപ്ലിനുമാണ്, സോഷ്യൽ സയൻസ് ഡിസിപ്ലിനുമാണ്. അവിടെ വരുമ്പോൾ മറ്റ് സാമൂഹിക ശാസ്ത്രങ്ങളോടുള്ള അതിന്റെ ബന്ധം നിങ്ങളിവിടെ പഠിക്കേണ്ടി വരുന്നുണ്ടാവും. പിന്നെ ടൈപ്പോളജി ഓഫ് ക്രിമിനൽ ബിഹേവിയർ, ക്രിമിനൽ ബിഹേവിയറിന്റെ ടൈപ്പോളജി നിങ്ങൾ നോക്കേണ്ടി വരുന്നുണ്ടാവും. പീനോളജിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ടാവും, ശിക്ഷയുമായി റിലേറ്റ് ചെയ്ത് ഇറങ്ങേണ്ടി വരും. നെക്സ്റ്റ്, പ്രോബ്ലംസ് ഓഫ് സോഷ്യൽ ഡിസോർഗനൈസേഷൻ. ഓക്കെ, നമ്മുടെ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഭാഗം. ഓക്കെ, സോ അതിനു വേണ്ടി ഒരു ഭാഗം എന്തായാലും ചോദ്യപേപ്പറിൽ മാറ്റി വെച്ചിട്ടുണ്ടാവും. അതേ പ്രാധാന്യത്തോടെ ഇറങ്ങി വരുന്ന മറ്റൊന്നാണ് കറക്ഷണൽ സോഷ്യൽ വർക്കിലേക്ക് വരുമ്പോൾ. കറക്ഷണൽ സോഷ്യൽ വർക്കിന്റെ കോൺസെപ്റ്റ്, സ്കോപ്പ് ആൻഡ് ടെക്നിക്സ് പറയുന്നുണ്ട്. പിന്നെ മെത്തേഡ്സ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ കറക്ഷണൽ സെറ്റിംഗ്. കറക്ഷണൽ സെറ്റിംഗിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണലും നോൺ ഇൻസ്റ്റിറ്റ്യൂഷണലുമായിട്ടുള്ള ഭാഗങ്ങളും അതിലുള്ള വ്യത്യസ്തതകളും. അവിടെ നമ്മൾ പ്രൊബേഷനും കറക്ഷണൽ പ്രൊബേഷന്റെ ഭാഗങ്ങളും പരോളിന്റെ ഭാഗങ്ങളും ഒക്കെ നമ്മളവിടെ പഠിക്കുന്നുണ്ടാവും. അതിനെ റിലേറ്റ് ചെയ്തുള്ള തിയറികൾ പഠിക്കേണ്ടി വരുന്നുണ്ടാവും. പ്രോബ്ലംസ് ഇൻ ട്രെയിൻഡ് സോഷ്യൽ വർക്കേഴ്സ് ഇൻ കറക്ഷണൽ സെറ്റിംഗ്സ് ആൻഡ് ലീഗൽ ഫ്രെയിം വർക്ക്സ് ഓഫ് കറക്ഷൻ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റിംഗ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റിംഗ്സിലെ കറക്ഷന്റെ ലീഗൽ ഫ്രെയിം വർക്കും ട്രെയിൻഡ് സോഷ്യൽ വർക്കേഴ്സ് ഈ മേഖലയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും. അത് വലിയ ചോദ്യ ഏരിയകൾ എന്ന് പറയാൻ കഴിയില്ല. ചോദ്യ ഏരിയകൾ ആ മുകളിലത്തെ 1, 2 വരുന്നുണ്ടാവും, ട്രസ്റ്റ് കൂടിയ മേഖലകൾ. അപ്പൊ നോക്കൂ, നിങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ട്രസ്റ്റ് കൂടിയ ഏരിയകൾ മനസ്സിലാക്കുക, ട്രസ്റ്റ് കുറഞ്ഞ ഏരിയകളും നമുക്ക് എന്ത് ചെയ്യേണ്ടിണ്ടാവും, മനസ്സിലാക്കേണ്ടി വരുന്നുണ്ടാവും. സോ അത് നിങ്ങൾ പഠിക്കുന്നതിന്റെ മറ്റൊരു ഗുണം കൂടിയാണ്. നെക്സ്റ്റ് വൺ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹ്യൂമൻ സർവീസ് ഓർഗനൈസേഷൻ. നമ്മുടെ അടുത്ത സെക്കൻഡറി മെത്തേഡ്. എനിക്ക് തോന്നുന്നു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആസ് സച്ച് ഇതിൻ്റെ ഉള്ളിൽ പറയണില്ല, എന്തുകൊണ്ടോ ഒഴിവായിരിക്കുന്നു. അപ്പോൾ ഒരു പ്രൈമറി മെത്തേഡ് അവർ പതിയെ ട്രസ്റ്റ് കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഒരു സെക്കൻഡറി മെത്തേഡ് വരുമ്പോൾ സോഷ്യൽ ആക്ഷൻ അത്ര അധികം അഡ്രസ് ചെയ്തിട്ടില്ല. ഒരു സെക്കൻഡറി മെത്തേഡിന് പതിയെ അവർ ട്രസ്റ്റ് കൊടുത്ത് മാറ്റിയിട്ടുണ്ട്. പകരം പ്രൈമറി മെത്തേഡിൽ നിന്ന് സോഷ്യൽ കേസ് വർക്കും സോഷ്യൽ ഗ്രൂപ്പ് വർക്കും ഉൾപ്പെടുത്തിയിരിക്കുന്നു. സെക്കൻഡറി മെത്തേഡിൽ നിന്ന് സോഷ്യൽ വർക്ക് റിസർച്ചിനെയും അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹ്യൂമൻ സർവീസ് ഓർഗനൈസേഷൻ ഓർ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനും സോഷ്യൽ ആക്ഷനും വായിച്ച് ഒരുപാട് സമയം കളയേണ്ടതില്ല, അത് രണ്ടും ഒഴിവാക്കിയിരിക്കുക. പകരം 6 മെത്തേഡുകളിൽ 4 മെത്തേഡുകൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് ഒരിക്കലും സിലബസിന്റെ വലിപ്പം കുറയുന്നില്ല, വളരെ വലിപ്പമുള്ള ഒരു സിലബസ് തന്നെ നിലനിൽക്കുന്നുണ്ട്. പകരം മറ്റ് ഏരിയകൾ, ഒരുപാട് ട്രസ്റ്റ് ഏരിയകൾ അവർ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് പഠിക്കണം, ഓർഗനൈസേഷണൽ മാനേജ്മെന്റ് എന്താണെന്ന് പഠിക്കേണ്ടതുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ് വളരെ വ്യക്തമായി നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ് പഠിക്കേണ്ടതുണ്ട്. രജിസ്ട്രേഷൻ ഓഫ് ഓർഗനൈസേഷൻസ്, അവിടെ നമ്മൾ എന്താ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്, ട്രസ്റ്റ് ആക്ട്, കമ്പനീസ് ആക്ട്, സെക്ഷൻ 8 കമ്പനി എന്നൊക്കെ പറയാറുണ്ട്, കമ്പനീസ് ആക്ട്, ഈ ആക്ടുകളുടെ കോർപ്പറേഷൻ ആക്ടുകൾ, ഈ ആക്ടുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിൽ നോക്കുമ്പോൾ
ഇപ്പൊ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിൽ എത്ര ആൾക്കാർ വേണം, എത്ര, അല്ലെങ്കിൽ ട്രസ്റ്റ് ആക്ടിൽ വരുമ്പോൾ എത്ര ട്രസ്റ്റീസ് വേണം, അല്ലെങ്കിൽ കമ്പനീസ് ആക്ടിൽ വരുമ്പോൾ എത്ര പേര് വേണം, സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് മെയിൻ ഇൻസ്ട്രുമെന്റ് എന്താണ്, ട്രസ്റ്റ് ആക്ടിന്റെ മെയിൻ ഇൻസ്ട്രുമെന്റ് എന്താണ്, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും ട്രസ്റ്റ് ഡീഡും തമ്മിലുള്ള വ്യത്യസ്തതകൾ എന്തൊക്കെയായിരിക്കും വരുന്നത്, ബൈ ലോ പ്രിപ്പറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ചർച്ചയ്ക്ക് വെക്കുന്നുണ്ടാവും ഈ ഒരു സിലബസ്. പേഴ്സണൽ ഫങ്ഷൻസ് ഓഫ് HSOയുടെ പേഴ്സണൽ ഫങ്ഷൻസ്, വെൽഫെയർ പ്രോഗ്രാം, സോഷ്യൽ പ്രൊട്ടക്ഷൻ, ഇങ്ങനെയുള്ള മേഖലകളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സിലബസിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും സംസാരിച്ച കാര്യങ്ങൾ നമുക്ക് എന്തുണ്ട്, ആക്ച്വലി സിലബസിന്റെ ഭാഗമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഒരു വ്യക്തത വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം വലിയൊരു ടാസ്കിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്, എത്രത്തോളം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠനം നമ്മൾ ഇതിൻ്റെ മേഖലയിൽ നടത്തേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു അവബോധം ഉണ്ടായിരിക്കുന്നു എന്ന് തോന്നുന്നുണ്ട്. അതിനാണ് സിലബസ് നമ്മൾ എന്ത് ചെയ്തത്, ഇങ്ങനെ ഒന്ന് വേർതിരിച്ച് സിലബസിൻ്റെ ഏരിയകൾ പറഞ്ഞു പോയത്. ഓക്കെ, ഇതല്ല ആക്ച്വലി സിലബസിന്റെ വലിപ്പം എന്ന് പറയുന്നത്. ഞാൻ ഈ കൊടുത്തേക്കുന്ന സ്പ്ലിറ്റ് ചെയ്തേക്കുന്ന ഈ ചെറിയ സബ് പോയിന്റുകളുടെ കീഴിൽ പിന്നെയും എലാബറേഷൻസ് ഉണ്ട്, പിന്നെയും സബ് ഏരിയകളുണ്ട്. ആ ഏരിയകളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇഴകീറി പഠിച്ചു പോകേണ്ടതുണ്ട്. കാര്യം 1ാം സ്ഥാനത്തേക്ക് എത്തുക എന്ന് പറയുന്നത് നല്ലൊരു ടാസ്ക് തന്നെയാണ്. പക്ഷേ ഒരു 3 വർഷത്തെ ഡിഗ്രി സോഷ്യൽ വർക്ക് കോഴ്സോ അല്ലെങ്കിൽ 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ സോഷ്യൽ വർക്ക് കോഴ്സും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ടൈം വ്യക്തമായി ഇൻവെസ്റ്റ് ചെയ്യുകയും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ദിവസം ഇത്ര എന്നുള്ള കണക്കിന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് പഠിച്ചു പോകാനും കഴിയുമെങ്കിൽ ഫസ്റ്റ് റാങ്ക് കയറുക എന്ന് പറയുന്നത് അത്രയും ഭീകരമായിട്ടുള്ളൊരു ടാസ്ക് അല്ല എന്ന് ഞാൻ പറയും. പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠനം മുൻപോട്ട് വെക്കേണ്ടതുണ്ട്. അത് സിലബസ് എടുത്തു വെച്ചാൽ പറയാറില്ല, ഇത്ര സമയം കഴിയുമ്പോൾ സിലബസിന്റെ മേലെ ഒരു ക്രോസ് പൂർണ്ണമായി വീണ് പോകണം. അത്രയും ഏരിയകളും വായിക്കാൻ ആവശ്യമായ മെറ്റീരിയലുകളും തുടർന്നുള്ള വസ്തുതകളും ഒക്കെ നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട്. അല്ലെങ്കിൽ സംവിധാനങ്ങൾ അതിന് അവൈലബിൾ ആക്കാനുള്ള സിസ്റ്റംസ് നിങ്ങൾക്ക്, ഓഫറുകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നുണ്ട്. സോ അതിനെ യൂസ് ചെയ്ത് മുൻപോട്ട് പഠിച്ചു പോകാൻ കഴിയുമെങ്കിൽ ആക്ച്വലി ഈ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് നമുക്ക് സുഖമായി ഓടിക്കയറാൻ പറ്റുന്ന ഒരു ടാസ്ക് തന്നെയാണ്. ഓക്കെ, സോ അത് കഴിയും. കാര്യം അത്ര അധികം കൺഫ്യൂസിങ് ആവില്ല. ഞാൻ ചോദ്യപേപ്പർ നിങ്ങൾക്ക് ആ ചോദ്യപേപ്പർ ഒന്ന് കാട്ടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു രീതി കുറച്ചൊന്ന് മനസ്സിലാവുന്നുണ്ടാവും. ലൈക്ക് ലാസ്റ്റ് ഇയർ ഉണ്ടായത് ചോദ്യപേപ്പർ ആയിരുന്നു. ചോദ്യപേപ്പർ വരുമ്പോൾ ഞാൻ ഈ ചോദ്യപേപ്പർ മാറി വരാനുള്ള സാധ്യതകൾ എന്ന അർത്ഥത്തിലേക്ക് നോക്കുമ്പോൾ മാറി വരാനുള്ള സാധ്യതകളെ നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കാണാൻ കഴിയുന്നുണ്ടോ ചോദ്യപേപ്പർ? കാണാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, സോ ഇവിടെ നമുക്ക് പൊതുവിൽ നമ്മൾ ഈ ചോദ്യപേപ്പർ മുഴുവൻ ഈ ചോദ്യപേപ്പറിലൂടെ നമ്മൾ ഓടി പോവുകയാണെങ്കിൽ നമ്മൾ കാണുന്ന രീതി പഴയ രീതിയിലെ ഒരു ചോദ്യം, അതിനൊരു ഉത്തരം, അല്ല ഒരു ചോദ്യം, അതിന് 4 ഓപ്ഷനുകൾ, നമ്മൾ അതിലൊരെണ്ണം കണ്ടെത്തുക. ആ ഒരു രീതിയിലാണ് ആക്ച്വലി പൂർണ്ണമായിട്ടും ഇതിൻ്റെ ചോദ്യങ്ങൾ ഇങ്ങനെ പോയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷേ PSC ഇപ്പോൾ കഴിഞ്ഞു പോകുന്ന പ്രധാനപ്പെട്ട മിക്കവാറും പരീക്ഷകളിലും മാറിയ ഒരു രീതിയുണ്ട്. എന്താണ് അറിയോ? ഈ പറയുന്ന പോലെ പലപ്പോഴും അസംഷൻസ് റീസൺ മോഡലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അസംഷൻ റീസൺ മോഡലിൽ ചോദ്യങ്ങളാക്കി മാറ്റുന്നു. ഈവൻ മാത്സ് ഫോളോയിങ് മോഡലിലേക്ക് മാറുന്നു. മൾട്ടിപ്പിൾ ആൻസറുകളിൽ നിന്ന് നമ്മൾ കണ്ടെത്തേണ്ടി വരുന്നു. ഇത്തരം രീതികളിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഇത് തന്നെയാണ്. ഓക്കെ, നമ്മൾ പഠിക്കുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ഡീപ്പായിട്ട് പഠിച്ചു പോവുക. ചോദ്യം ഏത് രീതിയിൽ വേണോ ആയിക്കോട്ടെ, നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന രീതിക്ക് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന രീതികളിലുള്ള വ്യത്യാസം അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വ്യക്തമായി പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ മാക്സിമം നോക്കുക. ഈ പറയുന്ന രീതികൾ എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് അതിൽ ഉത്തരം കണ്ടെത്താൻ കഴിയും. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് നോക്കിയേ, ചോദ്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നോക്കിയതിൽ ആദ്യം 1 തുടങ്ങി താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ സിമ്പിൾ ലെവലിലുള്ള ജനറൽ നോളേജ് ചോദ്യങ്ങളാണ് അതിൻ്റെ ഉള്ളിലേക്ക് ആദ്യം ഒരു 2-3 ചോദ്യങ്ങൾ ചോദിച്ചു വരുന്നു. അതിനുശേഷം പതിയെ എന്ത് ചെയ്യുന്നു, ആക്ച്വലി ഈ
സ്വാതന്ത്ര്യ സമരത്തിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് 1857 റിവോൾട്ടിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നു. അതിൻ്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് ആക്ച്വലി സിലബസിന് വെളിയിലേക്ക് കുറച്ച് കടന്നു പോകുന്നതാണ് എങ്കിലും ജനറൽ നോളജ് എന്ന സിലബസിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്കത് സാധൂകരിക്കാം. ചോദിക്കുന്നുണ്ട്. ഓക്കെ. ശേഷം അതിനെ തുടർന്ന് താഴേക്ക് വരുന്നു, പതിയെ ഇന്ത്യൻ റിനൈസൻസിന്റെ ഭാഗങ്ങളിലേക്ക് പതിയെ ഒന്ന് ഇറങ്ങി ചെല്ലുന്നു. അതിനുശേഷം പിന്നെയും പതിയെ കേരള റിനൈസൻസിലേക്ക് ഇറങ്ങി വരുന്നു. ഓക്കെ. കേരള റിനൈസൻസ് എൽക്കാലത്തും അഡ്രസ്സ് ചെയ്യുന്ന ചില ചോദ്യങ്ങളിലൂടെ തന്നെ കടന്നു പോവുകയാണ്. പിന്നീട് ശ്രീമൂലം പ്രചാർ സഭയാണെങ്കിലും ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന ചോദ്യം. അപ്പൊ അത് ആ ഒരു ഏരിയ തരുന്നതെന്ന് വെച്ചാൽ ഈ സ്ത്രീകളുടെ ഇൻവോൾവ്മെന്റ് വരുന്ന ആ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ മസ്റ്റാണ്. എല്ലാ പ്രാവശ്യവും ഏത് എക്സാം ആണെങ്കിലും മസ്റ്റാണ്. പ്രസിന്റെ ഏരിയ എന്നുള്ളത് മസ്റ്റാണ്. ഓക്കെ. പിന്നെ പ്രധാനപ്പെട്ട റിവോൾട്ടുകളുടെ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ മസ്റ്റായിട്ട് വരുന്ന ഏരിയകളാണ്. ഓക്കെ. ശേഷം ആ കാലത്ത് ആ ഒരു എക്സാം ഇടുന്ന സമയത്തുള്ള കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ വളരെ കുറച്ച് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 19-20 ചോദ്യത്തിലൂടെ എന്ത് ചെയ്യുന്നു, നമ്മൾ നോക്കുമ്പോൾ 21ാമത്തെ ചോദ്യം അത് ബ്രഹ്മസമാജാണല്ലോ ചോദിച്ചിരിക്കുന്നത്, റിനൈസൻസിലേക്കാണല്ലോ പോകുന്നതെന്ന് ചോദിച്ചാൽ അത് സോഷ്യൽ വർക്ക് അല്ലേന്ന് ചോദിച്ചാൽ സോഷ്യൽ വർക്ക് ആണ്. കാര്യം സോഷ്യൽ വർക്കിന്റെ ഇന്ത്യയുടെ ഹിസ്റ്ററി പറയുമ്പോൾ ഈ പറയുന്ന റിനൈസൻസ് ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നു. അപ്പൊ ഏകദേശം പറയുകയാണെങ്കിൽ 20 ചോദ്യത്തിൽ എന്ത് ചെയ്തു, ഈ പറയുന്ന ജനറൽ നോളജ്, റിനൈസൻസ് തുടങ്ങിയ മേഖലകൾ അങ്ങനെ അവസാനിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, പതിയെ അടുത്ത 80 ചോദ്യങ്ങൾ എന്ന നിലയിലേക്ക് സോഷ്യൽ വർക്കിന്റെ മേഖലയിലേക്ക് എന്ത് ചെയ്യാണ്, ചോദ്യപേപ്പർ കടക്കുകയാണ് ചെയ്തത്. ഓക്കെ. അവിടെ ബ്രഹ്മസമാജ സ്ഥാപനങ്ങളിൽ തുടങ്ങി നേരെ എന്ത് ചെയ്യുക, സോഷ്യൽ വർക്കിന്റെ ഹിസ്റ്ററിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. COS ഞാൻ പറയുന്നു, വളരെ ഒബ്വിയസ് ആയിട്ട് നമ്മൾ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ തന്നെ ആദ്യം പഠിക്കുന്ന COS, ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി എന്ന അർത്ഥത്തിലേക്ക് ഹിസ്റ്ററിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഫഷണൽ ട്രെയിനിങ് ഇന്ത്യയിൽ തുടങ്ങിയ വർഷം 1936, അങ്ങനെ അതിലേക്ക് എന്ത് ചെയ്യുന്നു, ഇറങ്ങുന്നു. കൗൺസിൽ ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം. ഓക്കെ. എത്തിക്കൽ സ്റ്റാൻഡേർഡ് NASW കോഡ് ഓഫ് എത്തിക്സിലേക്ക് ഇറങ്ങുന്നു. നമുക്ക് കൃത്യമായി പോയിന്റ് ചെയ്ത് പഠിക്കാൻ കഴിയുന്ന ഭാഗങ്ങൾ. അൻലോമ മാരേജ് ഞാൻ ചോദ്യപേപ്പർ കണ്ടിട്ടിട്ടല്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾ പറഞ്ഞതാണ്. അൻലോമ മാരേജ് ചോദിക്കാം, പ്രതിലോമ മാരേജ് ചോദിക്കാം. അടുത്ത് വന്നിരിക്കുന്നത് എന്താ, മാരേജിൽ നിന്ന്, സോഷ്യോളജിയിൽ മാരേജ് എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് ചോദ്യം വരുന്നു. പിന്നെ ചോദ്യം, അതിന്റെ ഉത്തരമെന്ന് നമുക്ക് വെബിനാറിൽ നമുക്കിരുന്ന് പറയണമെന്നില്ല. നമുക്ക് ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഇതെല്ലാം എടുത്തു വെച്ച് ഇപ്പൊ അൻലോമ എടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ പ്രതിലോമ എന്താ, അല്ലെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങൾ എന്താ എന്നുള്ള കാര്യം വ്യക്തമായി പഠിക്കേണ്ടി വരുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ അത് ഇപ്പൊ പറയുന്നത് സോഷ്യോളജിയുടെ ആ മാരേജിന്റെ ഏരിയ. കാര്യം മാരേജ്, ഫാമിലി, ഗ്രൂപ്പ് ഒന്നും തൊടാതെ ഒരു ചോദ്യപേപ്പറും പോകില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. അത് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ചില സോഷ്യോളജിസ്റ്റുകളുടെ പേര് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ പഠിക്കുമ്പോൾ പറയും ഒരു 10 സോഷ്യോളജിസ്റ്റുകളുടെ പേര് പറയും. മാക്സ് വെർബർ, ആഗസ്റ്റ് കോംതെ, ഹെർബർട്ട് സ്പെൻസർ, MS കുറെ, ഇങ്ങനെ നമ്മൾ ഒരു 8-10 സോഷ്യോളജിസ്റ്റുകളുടെ പേര് വെച്ച് നമ്മൾ എടുത്തു വെച്ച് അവരുടെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ വ്യക്തമായി പഠിച്ചു വെക്കാറുണ്ട്. കാര്യം അതിൽ നിന്ന് ചോദ്യങ്ങൾ മസ്റ്റാണ്. അങ്ങനെ അവരുടെ പേര് ചോദിക്കാതെ പലപ്പോഴും പോകാറില്ല. ഈ ഹെർബർട്ട് സ്പെൻസറിന്റെ പേരില്ലാത്ത, ആഗസ്റ്റ് കോംതെയുടെ പേരില്ലാത്ത ചോദ്യ പേപ്പറുകൾ തന്നെ വളരെ കുറവാണെന്ന് പറയുന്നത്. ഓക്കെ. ശേഷം സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് നിന്ന് ചോദ്യം ഉണ്ടാകുന്നു. പോവർട്ടിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, മോഡേണൈസേഷനിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അവിടെ വെച്ച് കോംപ്ലിമെന്ററി ഡിസിപ്ലിൻ ആയിട്ടുള്ള സോഷ്യോളജി ചവിട്ടിയിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യാണ്, സൈക്കോളജിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. സൈക്കോളജിയുടെ കോൺസെപ്റ്റിലേക്ക് ഇറങ്ങി ചെല്ലുക. മെമ്മറിന്ന് എന്ത് ചെയ്തു, ചോദ്യം വന്നു. ഓക്കെ. മെമ്മറി തുടങ്ങി മെന്റൽ ഗ്രോത്തിലേക്ക് അടുത്ത് ചെല്ലുന്നു. പിന്നെ ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് ഇറങ്ങി മെച്ചുറേഷനും ചേഞ്ചസിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അതിനുശേഷം കോൾബർഗിന്റെ തിയറിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. പ്രീ കൺവെൻഷണൽ സ്റ്റേജ്, കൺവെൻഷണൽ സ്റ്റേജ്. കാര്യം കോൾബർഗിന്റെ തിയറി തൊട്ട് മുമ്പ് ഞാൻ പറയുന്നു, പിന്നെയും പറയുന്നു, പ്രൊബേഷൻ ഓഫീസർ കുറച്ച് മുമ്പ്, ഒരാഴ്ച മുമ്പ് നടന്ന പരീക്ഷയിലും കോൾബർഗിന്റെ സ്റ്റേജസ് ചോദിച്ചിരുന്നു. ഓക്കെ. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജും ഒക്കെ ചോദിച്ചിരുന്നു. ശേഷം ഡിഫൻസ് മെക്കാനിസംസ്, സ്ഥിരം ചോദ്യങ്ങൾ ഉണ്ടാകുന്ന ഭാഗം. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി ചെയ്തിട്ട് ഡിഫൻസ് മെക്കാനിസം വരാറുണ്ട്. ഓക്കെ. ഡിഫൻസ് മെക്കാനിസംസിലെ ചോദിക്കാം. കാര്യം എങ്ങനെ പോയാലും ചോദ്യം ഉണ്ടാക്കാനും നിങ്ങളെ കറക്കി തെറ്റിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു ഏരിയ എന്നുള്ള നിലയ്ക്കാണ് ഡിഫൻസ് മെക്കാനിസം പലപ്പോഴും ചോദ്യം ഉണ്ടാവുക. കാര്യം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സബ്ലിമേഷൻ മാറി റിപ്രഷനിലോട്ടോ അവോയ്ഡൻസിലോട്ടോ നിങ്ങൾ മാറി എന്ത് ചെയ്യും, കറപ്പിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ചോദിക്കാറുണ്ട്. പിന്നെ തിയറികളോ അല്ലെങ്കിൽ തെറാപ്പികളുടെ പ്രൊപ്പോണൻസിനെയും സാധാരണ ചോദിച്ചു കാണാറുള്ള ട്രാൻസാക്ഷൻ അനാലിസിസ്, റിച്ച് ബേൺ ചോദിക്കാറുണ്ട്. ഇവിടെ ഗസ്റ്റാൾ തെറാപ്പി ചോദിച്ചിട്ടുണ്ട്.
ഓക്കെ. ശേഷം പേഴ്സൺ സെൻറ്റേഡ് കൗൺസിലിംഗ്, പേഴ്സൺ സെൻറ്റേഡ് സ്ട്രാറ്റജികളെ പറ്റി ചോദിക്കാറുണ്ട്. കാര്യം ഹ്യൂമാനിറ്റേറിയൻ സൈക്കോതെറാപ്പിയുടെ ഭാഗമാവുകയും നമ്മൾ സോഷ്യൽ വർക്കേഴ്സ് ഒരുപാട് എടുത്ത് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്തരം ഏരിയകളിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ. സോ പിന്നെ തുടർന്ന് താഴേക്ക് വരുമ്പോഴേക്കും ട്രാൻസ്ഫറൻസ്, നമ്മൾ ട്രാൻസ്ഫറൻസിനെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞെന്ന് ചോദിച്ചു പോകുന്നുണ്ട്. ഗ്രൂപ്പ് വർക്കിൽ നിന്ന് ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് വർക്കിൽ നിന്ന് അടുപ്പിച്ച് 1, 2, 3 എന്ന് പറഞ്ഞ് 4, 5 നോക്കി 5 ചോദ്യം അടുപ്പിച്ച് ചോദിച്ചേക്കുക. ആദ്യം സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ചോദിക്കുന്നു, പിന്നെ ഫോമിംഗ്, സ്റ്റോമിംഗ്, നോമിംഗ് ആരുടെയാണ്. ഞാൻ മുമ്പൊരു സെഷനിലായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫോമിംഗ്, സ്റ്റോമിംഗ്, നോമിംഗ്, പെർഫോമിംഗ്, അഡ്ജേണിങ്, ഈ സ്റ്റേജസ് പലരും പറഞ്ഞിട്ടുണ്ട്. സ്റ്റേജ് ടക്മാൻ പറഞ്ഞിട്ടുണ്ട്. 42ാമത്തെ ചോദ്യം നോക്കിയാൽ ടക്മാൻ പറഞ്ഞിട്ടുണ്ട്, ട്രക്കർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പലരും സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ട്. ഇവർ ചോദിക്കുന്ന ഈ പറയുന്ന ഫോമിംഗ്, സ്റ്റോമിംഗ്, നോമിംഗ്, പെർഫോമിംഗ്, അഡ്ജേണിങ് MSW പഠിച്ച ഏതൊരു വ്യക്തിയും അത് പഠിച്ചിട്ടുണ്ടാവും. ഇത് ആര് പറഞ്ഞു എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ബ്രൂസ് ടക്മാന്റെ പേര് കാണാം. ആക്ച്വലി ട്രക്കറുടെ പേരും കൂടെ ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണേ, കൺഫ്യൂസ്ഡ് ആയേനെ. കാര്യം ഇതേ ചോദ്യം ഇതിനു മുമ്പുള്ള അറിയില്ലെങ്കിൽ തോന്നുന്നു ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മീഡിയ എഡ്യൂക്കേഷൻ ഓഫീസറിന്റെ എക്സാമിനാണെന്ന് തോന്നുന്നു. ഇതേ ചോദ്യം ചോദിച്ചു. അന്ന് ഓപ്ഷന്റെ ഉള്ളിൽ കാര്യം ചോദ്യം ചോദിക്കുന്ന ആൾ കുറെ കൂടെ ചിന്തിച്ച് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ട്രക്കറുടെ പേര് അതിനകത്തിടും. ട്രക്കറുടെ പേര് അതിനകത്ത് വരുന്നതോടുകൂടി വ്യക്തി എന്തായി, ചെറുതായിട്ട് പഠിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തി കൺഫ്യൂസ്ഡ് ആയി. ഡീപ്പായിട്ട് പഠിക്കാതിരുന്ന് ഈ ചോദ്യം മുൻകൂട്ടി കണ്ട് പഠിക്കാതിരുന്ന വ്യക്തി കൺഫ്യൂസ്ഡ് ആയി. ഓക്കെ, കാര്യം ഇവിടെ ടക്മാന്റെ പേജ് മാത്രമേ ഉള്ളതുകൊണ്ട് ഒരുവിധപ്പെട്ട ആൾക്കാർക്ക് ടക്മാന്റെ പേര് കാണാൻ മനസ്സിലാവും ഇത് അയാളുടെ തന്നെയാണെന്ന്. പക്ഷെ ട്രക്കറുടെ പേരും കൂടെ വന്നാൽ കൺഫ്യൂസ്ഡ് ആവും അവിടെ. ഓക്കെ, നെക്സ്റ്റ് വൺ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ആൻഡ് ഹെൽപ്പിംഗ് പ്രോസസ് എന്ന പുസ്തകമാണ് എഴുതി എന്നുള്ളത്. അതൊക്കെ വളരെ ഒബ്വിയസ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ആയിട്ടുള്ള 5 ചോദ്യങ്ങൾ അടുപ്പിച്ച് ഗ്രൂപ്പ് വർക്ക് കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. താഴേക്ക് വന്നപ്പോൾ കേസ് വർക്ക് നിങ്ങൾ എടുക്കുവാണെങ്കിലും നോക്കിയാൽ പിന്നെ അതും 1, 2, 3, 4, 5 ചോദ്യങ്ങൾ കൃത്യമായിട്ട് കേസ് വർക്ക്. ഓക്കെ, കേസ് വർക്കും ഗ്രൂപ്പ് വർക്കും വളരെ ഡീപ്പായിട്ട് 2 പ്രൈമറി മെത്തേഡ് പഠിച്ചിരിക്കുന്ന ആൾ 10 മാർക്ക് സെക്യൂർ ചെയ്തു. 10 മാർക്ക് നമ്മൾ എവിടെ എത്തിക്കാൻ കഴിയും എന്നുള്ള സാധനം. നിങ്ങൾ 10 മാർക്കോ 100ൽ 10ഓ എന്നല്ല, 10 മാർക്കിന്റെ വാല്യൂ ഭീകരം. 1 മാർക്കിന്റെ വാല്യൂ വരുന്ന ഭീകരമാണ്. അപ്പോഴാ 10 മാർക്ക് കറക്റ്റ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനും അത് വ്യക്തമായി വാങ്ങാനും കഴിയുക എന്ന് പറഞ്ഞാൽ ഈ 2 പ്രൈമറി മെത്തേഡുകളുടെയും വളരെ ബേസിക് ചോദ്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. സോഷ്യൽ ഡയഗ്നോസിസ് ബുക്ക് 1917 ഇറങ്ങിയത്. എല്ലാ കേസർക്ക് പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും ആദ്യം പഠിക്കുന്ന ഒന്നാണ്. ഓക്കെ, സോ അങ്ങനെ പിന്നെ അതിന്റെ അപ്രോച്ച് ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യം. ഓക്കെ, ശേഷം എന്ത് ചെയ്യുന്നു, സോഷ്യൽ കേസ് വർക്കിന്റെ ഭാഗത്ത് തന്നെ പിന്നെയും ചോദ്യം വരുന്നു. എനിക്ക് 5 അല്ലെങ്കിൽ 5 ചോദ്യങ്ങൾ അതിന്റെ ഭാഗത്ത് വരുന്നു. തുടർന്ന് നേരെ റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട് ഇറങ്ങി ചെല്ലുവാണ്. അപ്പൊ സിലബസിന്റെ ഓർഡർ കൃത്യമായിട്ട് അവർ കീപ്പ് ചെയ്ത് തന്നെ ചോദ്യം ഇട്ടിരിക്കുന്നത് കാണാം നിങ്ങൾക്ക്. ഓക്കെ, ആ ഓർഡർ കൃത്യമായി കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നതാണ് A സെക്ഷന്റെ ഉള്ളിൽ. ഓക്കെ, വേരിയബിളുകളിൽ നിന്ന് ചോദിക്കുന്നു, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചോദിക്കുന്നു, ഹൈപ്പോത്തിസിസിലേക്ക് ഇറങ്ങിച്ചെന്ന് ചോദിച്ചിരിക്കുന്നു, സാമ്പിളിംഗ് സ്ട്രാറ്റജിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ചോദിച്ചിരിക്കുന്നു. ഓക്കെ, റിസർച്ച് മെത്തഡോളജിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ചോദിച്ചിരിക്കുന്നു. ഓക്കെ, ശേഷം റിസർച്ച് റിലേറ്റഡ് ബുക്ക് ആൻഡ് ഓഥറിലേക്ക് ഇറങ്ങിച്ചെന്ന് ചോദിച്ചിരിക്കുന്നു. അത് വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് ആ ഒരു ഏരിയ കവർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, തുടർന്ന് പ്രൊജക്ട് മാനേജ്മെന്റിലേക്ക് ഇറങ്ങി വരുന്നു. പ്രൊജക്ട് മാനേജ്മെന്റിൽ LFA, ഞാൻ പറഞ്ഞ LFA അതുപോലെ ചോദ്യം അതിനകത്തേക്ക് വരുന്നു. അതും 5 ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുന്നു, കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ സോഷ്യൽ ലെജിസ്ലേഷനിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 എന്ത് പറയുന്നു, റെസിഡ്യൂവൽ വെൽഫെയർ മോഡൽ എന്താണ്, ഡീവിയൻസ്, അതൊരു 3 ചോദ്യം ചോദിച്ചതിന് ശേഷം പതിയെ ഡീവിയൻസിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. ശേഷം തുടർന്ന് റിക്രൂട്ടിംഗ് ഓർഗനൈസേഷനിലേക്കും ക്രൈം ആൻഡ് ക്രിമിനോളജിയിലേക്ക് പതിയെ ഇറങ്ങി ചെല്ലുന്നു. ക്രിമിനോളജിയിൽ നിന്ന് വളരെ എലാബറേറ്റീവ് ആയിട്ട് ചോദ്യങ്ങൾ ദുർഖെയിമിന്റെ തിയറികളിലേക്ക് പോകുന്നു. ബില്ലിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിലേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുകൾ. പിന്നെയും കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നു, ആർട്ടിക്കിൾ 14 to 18 എന്ന നിലയ്ക്ക് ചോദിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പേഴ്സണൽ ലോസിലേക്ക് വന്നിട്ട് കൃത്യമായൊരു ലോ എടുത്തു വെച്ച് തന്നെ ചോദിച്ചിരിക്കുക. മാരേജ് ബിറ്റ്വീൻ 2 persons വിത്തിൻ പ്രൊഹിബിറ്റഡ് ഡിഗ്രീസ് ഓഫ് റിലേഷൻഷിപ്പ് ഈസ് കോൾഡ് ഡാഷ് അണ്ടർ ദ ഹിന്ദു മാരേജ് ആക്ട് എന്നുള്ള അർത്ഥത്തിൽ തന്നെ വ്യക്തമായി ആക്ടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ചോദ്യം എന്തെങ്കിലും കൃത്യമായിട്ട് വന്നിരിക്കുന്നു. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ടവറി പ്രൊഹിബിഷൻ ആക്ട്, എങ്ങനെ പോയാലും 10ന് മുകളിൽ ചോദ്യങ്ങൾ
വ്യക്തമായി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു കവർ ചെയ്ത് പോകുന്നത്. ഏത് പരീക്ഷയാണെങ്കിലും സിലബസിൽ കോൺസ്റ്റിറ്റ്യൂഷനും സോഷ്യൽ വർക്കും നിലനിൽക്കുന്നുണ്ടെങ്കിൽ 10 മേളിൽ ചോദ്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തിരിക്കും, കൊണ്ടുവന്നിരിക്കും. 10 ചേർന്ന ചോദ്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ വന്നാലും കൊണ്ടുവന്നിരിക്കും. ഓക്കെ. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ടുകളാണെങ്കിൽ അത് വരുന്നുണ്ട്. ഓക്കെ. പിന്നെയും കുറച്ച് ജനറൽ നോളജ് ചോദ്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. ഓക്കെ. പിന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന ചോദ്യങ്ങൾ വന്നതിന് ശേഷം പിന്നെയും എന്ത് ചെയ്യുന്നു, നമ്മുടെ കറക്ഷണൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. പരോളും പ്രൊബേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരുന്നു. നോക്കുവാണെങ്കിൽ വളരെ ക്രിയേറ്റീവ് ആയിട്ട് 83rd ക്വസ്റ്റ്യൻ അവർ ചോദിച്ചു. ഡാഷ് റെഫേഴ്സ് ടു അഡൾട്ട് ഒഫൻഡേഴ്സ് whom court place on supervision in the community and dash refers to criminal offenders who are caught conditionally released from prison to serve the remaining portion of their sentence in the community. Okay. അതിപ്പോ കൃത്യമായ പരോളും പ്രൊബേഷനും വരുന്ന രീതി, 2 ഉത്തരങ്ങൾ വരുന്ന രീതിയിൽ ചോദ്യത്തെ അവർ കൃത്യമായി ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞു ഹ്യൂമൻ റൈറ്റ്സിന്റെ ഹിസ്റ്ററിയിലേക്ക് ഇറങ്ങിപ്പോയി. അപ്പൊ UDH, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നോക്കിയ ഹിസ്റ്ററിയിലേക്ക് തന്നെ അവർ കൃത്യമായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പോസ്റ്റി കോർബ് ചോദിച്ചിരിക്കുന്നു. ലൂതർ ഗുള്ളിക്കിന്റെ പോസ്റ്റി കോർബ് കൃത്യമായി ചോദിച്ചു വന്നിരിക്കുന്നു. ഹെൻറി ഫാളിന്റെ തിയറിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഓക്കെ. അപ്പൊ അതില് ഇവര് അവിടെയും കൺഫ്യൂസിങ് ആക്കിയിട്ടുണ്ട്. അവരെന്താ ലൂതർ ഗുള്ളിക്കിനെ കൊടുത്തിട്ടുണ്ട്, ഹെൻറി ഫാളിനെ കൊടുത്തിട്ടുണ്ട്, തോമസ് ജീനിനെ കൊടുത്തിട്ടുണ്ട്. കാര്യം ബുക്ക് വായിച്ചു പോയവർ ഈ പറയുന്ന പേരുകളെല്ലാം അതിന്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ഉള്ളിൽ കുട്ടി എന്താവും, കൺഫ്യൂസ്ഡ് ആവണം. ഓക്കെ. FCRA ചോദിച്ചിട്ടുണ്ട് അഡ്മിനിസ്ട്രേഷൻ നിന്നിട്ട്. ഓക്കെ. തുടർന്ന് ഇനി പറയുന്ന, നമ്മൾ സാധാരണ പഠിക്കാൻ പറയാറുണ്ട്, ഡെഫിനിഷനുകൾ തന്നിട്ട് അത് ആര് പ്രപ്പോസ് ചെയ്തു. ഹൂ ഡിഫൈൻഡ് മാനേജ്മെന്റ് ആസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ഓക്കെ. ആ അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു, ടൈലറുടെ ഒക്കെ ഡെഫിനിഷൻ വ്യക്തമായിട്ട് ഇട്ടിട്ട് അത് ആര് പറഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നു. അപ്പൊ ഡെഫിനിഷൻ പഠിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ വിചാരിക്കും എന്താ എഴുത്ത് പരീക്ഷ അല്ലല്ലോ, ഇത് ഒബ്ജക്റ്റീവ് എക്സാം അല്ലേ, ഡിസ്ക്രിപ്റ്റീവ് അല്ലല്ലോ, പിന്നെ നമ്മൾ ഡെഫിനിഷനൊക്കെ കാണാതെ പഠിച്ചു വെക്കണോ എന്ന് ചോദിച്ചാൽ അവർ ഇങ്ങനെ ചോദിക്കും. ഡെഫിനിഷൻ എടുത്തിട്ടിട്ട് അത് ആര് പറഞ്ഞു എന്ന് ചോദിക്കും. ചിലപ്പോൾ ചെറിയ ഡെഫിനിഷൻസ് ആണെങ്കിൽ ഇന്നാളെ പറഞ്ഞ ഡെഫിനിഷൻ ഏതാണെന്നും ചോദിക്കും. ഓക്കെ. ഒരുപാട് 4-5 സെന്റൻസ് ഉള്ള ഡെഫിനിഷൻ എന്തായാലും ഒരു ഓപ്ഷൻ ആയിട്ട് ഇടില്ല, തിരിച്ച് മുകളിൽ ക്വസ്റ്റ്യനിൽ ഇടാറാവും പതിവ്. ഓക്കെ. സോ ക്രിമിനോളജി, വ്യക്തമായ ക്രിമിനോളജി എന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഒഴിവാക്കിയിട്ടില്ല തോന്നുന്നു. കോൺസ്റ്റിറ്റ്യൂഷനും ക്രിമിനോളജിയും സോഷ്യൽ ലെജിസ്ലേഷനും ചേർന്നുകൊണ്ട് തന്നെ 20 മുകളിൽ ചോദ്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ ഓവറോൾ അനാലിസിസ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ പറയാൻ കഴിയുന്ന വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ സോഷ്യൽ ലൈക്ക് വെൽഫെയർ ഓഫീസർ പോസ്റ്റ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഈ പറഞ്ഞ ഏരിയകൾക്ക്, ഈ പറയുന്ന ക്രിമിനോളജി, കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ ലെജിസ്ലേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത്രയും ഏരിയകൾക്ക് സോഷ്യൽ വർക്കിന്റെ ബേസിക് മെത്തേഡുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ അധികം ത്രസ്റ്റ് കൊടുത്ത് പഠിക്കുക എന്നതായിരിക്കും പ്രധാനമായും പറയാൻ കഴിയുന്ന വസ്തുത. നിങ്ങൾക്കിതിനെ സോഷ്യൽ വർക്കിന്റെ ജനറൽ ഏരിയകൾ കവർ ചെയ്യാൻ നിങ്ങൾക്ക് സോഷ്യൽ വർക്ക് ഫിലോസഫി ആൻഡ് മെത്തേഡ്സ് PD മിശ്ര ഉപയോഗിക്കാം. നമ്മൾ സാധാരണ കോളേജുകളിലൊന്നും കുട്ടികൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പഠിക്കാൻ ചിലപ്പോൾ ഈ പുസ്തകങ്ങൾ പറയില്ല. പക്ഷെ ഒരു ഒബ്ജക്റ്റീവ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പഠിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ സോഷ്യൽ വർക്ക് ഫിലോസഫി ആൻഡ് മെത്തേഡ്സ് PD മിശ്രയുടെ പുസ്തകം ഉപയോഗിക്കാം. സോഷ്യോളജി ബൈ ശങ്കർ റാവുവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ സോഷ്യോളജിക്കൽ ഏരിയകൾ ഒരുപാട് ചോദ്യം ഉണ്ടാക്കുന്ന സോഷ്യോളജിയുടെ ഏരിയകൾ കവർ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. പിന്നെ സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ വെൽഫെയർ, സാസ്ട്രോയുടെ പുസ്തകം ഇന്റർനാഷണൽ ലെവലിൽ എഴുതപ്പെടുന്ന ഒരു പുസ്തകമാണ്. ഇതും നിങ്ങൾക്ക് സോഷ്യൽ വർക്കിന്റെ വളരെ ബേസിക്സ് കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഡെവലപ്മെന്റൽ സൈക്കോളജി, ലൈഫ് സ്പാൻ അപ്രോച്ച് ബൈ എലിസബത്ത് ഹർലോക്കിന്റെ ബുക്ക് നിങ്ങൾക്ക് ഡെവലപ്മെന്റൽ സൈക്കോളജിയുടെ ഭാഗങ്ങൾക്കായിട്ട് വ്യക്തമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പുസ്തകമാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ഈ ഒരു എന്താ പറയുന്ന ഈ തൊഴിലിലേക്ക് എത്താനുള്ള ഒരു ഉദ്യമം തുടങ്ങുമ്പോൾ ഒരു ഡയറക്ഷൻ മുന്നോട്ട് കാണിക്കാനായിട്ടാണ് തുടങ്ങിയതെങ്കിൽ നമുക്കിനിയും വളരെ വളരെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഈ ഓരോ ഏരിയകൾ എത്ര ത്രസ്റ്റ് കൊടുത്ത് പഠിക്കണം,
എങ്ങനെയൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം. ഒന്ന് തൊട്ടാൽ ഒരുപാട് ഇൻഫർമേഷനുകൾ ഇതിലെ ഓരോ ചെറിയ ഡിവിഷനുകൾക്കും തരാനുണ്ടാകും. അതിൽ എന്തൊക്കെ നമ്മൾ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഓർത്ത് വെക്കണം, എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഓർത്തിരിക്കണം, അസംഷൻ റീസൺ മോഡലിലേക്ക് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെ കൃത്യമായി ചെയ്യണം എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും. നമുക്ക് വരുന്ന സമയങ്ങളിൽ അതിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്താവുന്നതാണ്. ഓക്കെ, സോ നന്ദി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. എന്തെങ്കിലും സർ, പറയും. സിലബസ് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? സാധാരണ ഇപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏറ്റവും പ്രതീക്ഷിച്ചത് പ്രൊബേഷൻ ഓഫീസറിന് സിലബസ് ചേഞ്ച് ആകുമെന്നായിരുന്നു. കാര്യം ഒരു ടൈമിനപ്പുറം സബ്ജക്ട് റിലേറ്റഡ് എക്സാമുകൾക്ക് ജനറൽ നോളജ് റിലേറ്റഡ് ചോദ്യങ്ങൾ ഉണ്ടാവില്ല, സബ്ജക്റ്റിന്റെ ചോദ്യങ്ങൾ മാത്രം ഉണ്ടാകുന്നു എന്ന് പറയുന്ന രീതിയിൽ PSC ഒരു തീരുമാനമൊക്കെ വന്നിരുന്നു. അപ്പൊ അതിന്റെ ബേസിൽ മാറുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ ആക്ച്വലി മാറിയില്ല. എന്നാൽ എന്ത് ചെയ്തു അറിയാം, ICT സൂപ്പർവൈസറിന്റെ ഒക്കെ എക്സാമിന്റെ ചോദ്യ പേപ്പറുകൾ സിലബസുകൾ പെട്ടെന്ന് മാറുകയും ചെയ്തു. അപ്പൊ ഇതിൽ പറയുന്നത് മാറിയ സിലബസിന്റെ രീതി നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യം ഉണ്ടായിട്ട് മാറിയ സിലബസിൽ അധികം അഡീഷൻസ് വന്നു. പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന പല കാര്യങ്ങളും അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അത് സിലബസിൽ ഇട്ടിരുന്ന രീതി മാത്രമേ ചില ഇപ്പൊ നമുക്ക് ബ്രെയിൻ അനാറ്റമി റിലേറ്റ് ചെയ്ത് ചോദിച്ചിരുന്ന ചില ചോദ്യങ്ങളെ വളരെ ചെറിയ ക്രിസ്പാക്കിക്കൊണ്ട് സൈക്കോളജിയുടെ ഉള്ളിൽ അവർ ഉൾപ്പെടുത്തി. ഓക്കെ, ഡൈജസ്റ്റീവ് സിസ്റ്റം പോലെ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒഴിവായി, പകരം സൈക്കോളജിയുടെ കുറച്ചുകൂടെ ഇൻഡെപ്ത് സിനാരിയോകൾ കയറി വന്നു. അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പ്രൊബേഷൻ ഓഫീസറിൽ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ പഴയ സിലബസ് തന്നെ മുൻപോട്ട് പോയി. ഇനി ഈ ഇരിക്കുന്ന സിലബസ് മാറിയെന്ന് തന്നെ ഇരിക്കട്ടെ, എന്ത് വ്യത്യാസം വരാ? കാര്യം സോഷ്യൽ വർക്ക് തന്നെയല്ലേ, സോഷ്യൽ വർക്കിന്റെ എക്സാമാണ്. ഇവരെങ്ങനെ പോയാലും ഏകദേശം ഇപ്പൊ ഇത് കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? കാര്യം സോഷ്യൽ വർക്കിന്റെ എല്ലാ ഏരിയകളും ഇതിനകത്ത് കവർ ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇനി കൂടിപ്പോയാൽ എന്ത് ചെയ്യാം, ചോദിക്കാതെ വിട്ട എന്താ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനും സോഷ്യൽ ആക്ഷനും കൂടെ വേണമെങ്കിൽ കയറി വരാന്നല്ലാതെ ഇതിലിപ്പോ മാറ്റം വരുത്താൻ വലിയ സാധ്യതകളൊന്നുമില്ല. പറയുന്ന ക്ലിയർ ആയിരുന്നു എന്താന്ന്? ക്ലിയർ ആണ് സർ, താങ്ക് യു. കാര്യം എങ്ങനെ മാറിയാലും ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കാര്യം ഓൾമോസ്റ്റ് എല്ലാം ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇത് പഠിച്ചു പോയി നമ്മൾ സേഫ് ആക്കി വെച്ചാല് കൂടിപ്പോയി അതിൽ നിന്ന് ചിലപ്പോൾ 1-2 ഏരിയ എടുത്ത് മാറ്റിയെന്ന് വരാം. അല്ലാതെ കൂടുതലായിട്ട് പുറത്തുനിന്ന് കൊണ്ടുവരാൻ ഇനി 2 ഓപ്ഷനുകൾ, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനും സോഷ്യൽ ആക്ഷനും കൂടെ ആഡ് ചെയ്യുക. അതിപ്പോൾ ആഡ് ചെയ്യാലും നമുക്ക് 2 ഏരിയ പഠിക്കാനുള്ള സമയക്കുറവാ, കുഴപ്പമില്ല. അപ്പൊ ഈ സിലബസ് തന്നെ വ്യക്തമായി അങ്ങ് പഠിച്ചു പോവുക, വേറെ കുഴപ്പമൊന്നും വരാനില്ല. അതിന് മാറുകയാണെങ്കിൽ നമുക്ക് നോക്കാം. മനസ്സിലായല്ലോ, നമുക്ക് ഡീൽ ചെയ്യാൻ കഴിയാത്ത മാറ്റമൊന്നും അതിലുണ്ടാവില്ല. ഓക്കെ സർ. ഓക്കെ, മറ്റെന്തെങ്കിലും? മറ്റെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ? സർ, എക്സാം ഡേറ്റ് എന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ആ ഡേറ്റ് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ വന്നിട്ടില്ല വഴി. നമുക്ക് എന്തായാലും ഇനിയും എന്തായാലും ഒരു 3-4 months എന്തായാലും ഗ്യാപ്പ് എക്സ്പെക്ട് ചെയ്യാം. കാര്യം നമുക്ക് ആപ്ലിക്കേഷൻ ഡേറ്റ് പോലും ഇതുവരെയും ക്ലോസ് ആയിട്ടില്ലല്ലോ. ഒരു 3 months ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇനി എക്സ്പെക്ട് ചെയ്യാം.
മറ്റെന്തെങ്കിലും കാര്യങ്ങൾ? എന്തെങ്കിലും ചോദിച്ചോടാ കേട്ടോ. ഇത് കോച്ചിങ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? ആക്ച്വലി അത് ബിഗ് ലേണിംഗ് ടീമുമായിട്ടൊന്ന് എൻക്വയറി ചെയ്യാം കേട്ടോ. ഓക്കെ. നിങ്ങൾക്ക് എന്തായാലും നേരത്തെ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ചേർന്ന് സ്റ്റാർട്ട് ചെയ്യുക. കാര്യം നിങ്ങൾക്ക് ആ സിലബസിൻ്റെ ആ ഒരു ഡെപ്ത് മനസ്സിലായിട്ടുണ്ടാവും ഡിസ്കസ് ചെയ്ത് പോയപ്പോൾ. ഓക്കെ, സോ മറ്റൊന്നും ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം.